ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ദൈവത്തിൻ്റെ ദൂതുകൾ വളരെ നിസ്വാർത്ഥമായി നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 95 ബൈബിൾ കോളേജിൽ പഠിച്ചത്. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന PM ഫിലിപ്പ് സാറിൻ്റെ അടുത്ത് ആമി അപ്പച്ചൻ്റെ കൂടെ അന്ന് ആ ബൈബിൾ കോളേജിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. അന്ന് അപ്പച്ചൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് തുരുമ്പടിക്കാതെ കിടപ്പുണ്ട്. ഒരു യോഗം നടത്തിയിട്ട് ആ യോഗത്തിൽ യേശുവിൻ്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ, ഞാൻ ആ വാക്കൊന്നുകൂടി ആവർത്തിക്കാം. ഒരു യോഗം നടത്തിയിട്ട് ആ യോഗത്തിൽ യേശുവിൻ്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ ആ യോഗം സുവിശേഷ യോഗമല്ല, അത് ശബ്ദമലിനീകരണ യോഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്താൻ ഞാൻ കർത്താവിൻ്റെ അനിഷേധ്യമായ കൃപയിൽ ശരണപ്പെടുകയാണ്. എൻ്റെ ഈ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ ആവേശമുള്ള ഒത്തിരി ചരിത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. മുതിര തിന്നുന്ന 7 കുതിരയുടെ മുൻപിൽ ഓടിയ ഏലിയാവിൻ്റെ ചരിത്രം ഉള്ളിൽ തീ പിടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടത്തിനകത്ത് പന്തമിറക്കി കുട ഉടച്ച് കാഹള ഊതി യുദ്ധം ജയിച്ച് ഗിദെയോന്റെ ചരിത്രം നമുക്കെല്ലാ കാലത്തും ആവേശമുള്ളതാണ്. വഴുതിപ്പോകുന്ന കഴുതയുടെ താടിയെല്ലുകൊണ്ട് ശത്രു സംഹാരം നടത്തിയ ശിംശോന്റെ യുദ്ധം നമുക്ക് ആവേശമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആരെ അടിച്ചിട്ടുമില്ല, സിംഹത്തിന്റെ കുഴി കിടന്നിട്ടുമില്ല, കുതിരയുടെ മുൻപിൽ ഓടിയിട്ടുമില്ല. പക്ഷേ ഞാൻ ഉറക്കെ പറയാം, പാപത്തെയും പാതാളത്തെയും വിറപ്പിക്കാൻ ആകാശത്തിന്റെ കീഴിൽ ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ആ കരങ്ങളെ ഒന്ന് പറ്റുമെങ്കിൽ ചേർത്തടിച്ച് കർത്താവിനൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അന്ധകാരത്തെ വിറപ്പിക്കാൻ, പാപത്തെ വിറപ്പിക്കാൻ, ശാപത്തിന്റെ അടിവേരിനെ പറിക്കാൻ ആകാശത്തിന്റെ കീഴിൽ അനുവാദമുള്ള ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. നിങ്ങൾക്ക് വേദപുസ്തകം നന്നായി അറിയാം. എങ്കിലും ഞാൻ ഒരു സുവിശേഷ പ്രസംഗിയാകയാൽ യേശുവിൻ്റെ ചരിത്രം പറഞ്ഞാണ് ഞാൻ ഈ ദൂതുകൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ പ്രാർത്ഥിച്ച് എന്നോടൊപ്പം സഞ്ചരിക്കണമെന്ന് ഞാൻ വളരെ വിനയമായിട്ട് അപേക്ഷിക്കും. ഇന്നേക്ക് ഒരു 40 വർഷത്തിന് മുമ്പാണ് ഒരു സാധു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പൻ യേശുവിനെ കണ്ടുമുട്ടിയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞായിട്ട് ഞങ്ങളുടെ സഭയിൽ ചെന്നിരിക്കുമ്പോൾ തീ പിടിച്ച ആരാധന ആ സഭകളിൽ നടക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. പെന്തക്കോസ്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വെള്ള ഉടുപ്പും ഷേവ് ചെയ്ത മുഖവുമല്ല, അടിച്ചു പൊട്ടിക്കുന്ന തമ്പാറും കിലുക്കന്റെ കിലുക്കം ഇളകിപ്പോകുന്നതും ഭൂതളക്കിട മുത്ത് പൊട്ടിപ്പോകുന്നതും ആരവും ഉണ്ടാക്കുന്നതും മാത്രമല്ല, നമ്മുടെ മുഖമുദ്ര ആരാധനയാണ്. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവാണ്, എന്തിന് ജനിച്ചു, എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എന്ത് സംസാരിച്ചു, എത്ര നാൾ ശുശ്രൂഷിച്ചു, എവിടെ മരിച്ചോ, അടക്കപ്പെട്ടോ, ഉയർത്തെഴുന്നേറ്റോ, ഇപ്പോഴെവിടെയാണ്, ഇനി വരുമോ, ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടിയാണ്. കേട്ട് തഴമ്പിച്ചവർ ഉറങ്ങിക്കോ, യോഗം തീരാറാവുമ്പം വിളിക്കാം, അല്ലാത്തവർ കേട്ടിരുന്നു. ഒരുമിച്ച് സ്തോത്രം ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാം. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ പിറന്നവൻ, കച്ചുമിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്നു കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറേത്തിൽ ഓടിക്കളിച്ചവൻ, വയസ്സ് 12, ഒരു ഗ്രാമം ഇടിഞ്ഞിളകി യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ വളർത്തപ്പനാകുന്ന യോസഫിന്റെയോ അമ്മയാകുന്ന മറിയയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയി യേശുവിന്റെ ബാല്യം. 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ ഉമ്മ വെച്ച് നിൽക്കുന്ന യഹൂദന്റെ സ്വയാഹങ്കാരമായ യെരൂശലേം ദേവാലയത്തിൽ ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചാറകത്ത് കയറ്റിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറയുമ്പോൾ യേശുവിന്റെ വയസ്സ് 12. അന്നവർക്ക് മനസ്സിലായി ഇവനെ ആരും പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. ഒന്ന് സ്തോത്രം ചെയ്ത് എന്നോട് കൂടെ വരാമോ?
ഹല്ലേലൂയ. ആമേൻ. ആ ആരാധനക്കുന്നിന്റെ മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിന്റെ അടുത്ത 18 വർഷങ്ങൾ, 18 years, എ ലോങ് ടൈം. ആ കാലഘട്ടത്തെ കുറിച്ച് വേദശാസ്ത്രിമാര് പറയുന്നത് അത് യേശുവിന്റെ അൺനോൺ പീരീഡ് ആണ്, അറിവ് കൊടുക്കാത്ത കാലഘട്ടം. യേശു എവിടെയായിരുന്നു? മറുപടി 2 വാക്യങ്ങളാണ്. ഒന്ന്, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചെന്ന്. 2, ഇവൻ തച്ചന്റെ കൊച്ചനല്ലയോ എന്ന വാക്ക്. യേശു യെരൂശലേമിൽ തന്നെ ഉണ്ടായിരുന്നു. വയസ്സ് 30 തികയുന്നു. യേശു നടക്കുന്നത് കിലോമീറ്ററുകളാണ്. നടക്കുന്നത് യോർദാന്റെ തീരത്തേക്കാണ്. 2000 അടി പൊക്കത്തിൽ നിന്ന് ആമെ കാട്ടാറ് പോലെ കലുതുള്ളി വരുന്ന ഒരു തോടുണ്ട് പലസ്തീനിൽ, യോർദാന്റെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ, എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. ഞാൻ യേശുവിന്റെ ചരിത്രമായി ഇന്ന് ഈ ആരെങ്കിലും ആദ്യമായിട്ട് തൂണേ ചാരുന്ന ഈ യോഗം കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാം കൂടെ പൗഡർ ഇട്ട് നിർത്തിയ ഒരു ദൈവമല്ല യേശു എന്ന് അവർക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തത്രപ്പെടുന്നത്. ആമേ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ വരണം. പറ്റുമെങ്കിൽ ഒരു സ്തോത്രം പറയണം. ആമേ, നാളെ ശനിയാഴ്ചയാണ്, അതുകൊണ്ട് നാളെ സ്തോത്രം പറയാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നേരെയാകണം. 1, ഇന്ന് രാത്രി നിങ്ങൾ മരിക്കാതിരിക്കണം. 2, ഇന്ന് രാത്രി കർത്താവ് വരാതിരിക്കണം. ഈ 2 കാര്യത്തിന് ഒരുറപ്പും ഇല്ലാത്തത് കൊണ്ട് എല്ലാ യോഗവും ഒടുക്കത്തെ യോഗമായിട്ട് വേണം കൂടാൻ. അതുകൊണ്ട് കണ്ടോണ്ട ഇപ്പൊ പേടിച്ചൊരു 9 പേരും കൂടെ കൈപൊക്കിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ കരം ഉയർത്തി കർത്താവിനൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ. ഈ ബ്രദറിലെ പ്രസിദ്ധനായ പ്രസംഗകൻ ചാണ്ടപ്പിള്ള സാറിന്റെ 3 വീട് അപ്പുറയാണ് ഞാൻ താമസിക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ നെയ്ബറാണ്. സാധാരണ ഞാൻ എപ്പോഴും പറയും, ആമേ, ബ്രദറുകാരുടെ യോഗത്തിൽ ഒരു ഒറ്റ പെന്തിക്കോസുകാരെ കാണാൻ പറ്റുകയില്ല. വേണച്ചിക്ക് പോയി നോക്കി ഒരൊറ്റ പെന്തിക്കോസുകാരെ. പക്ഷെ പെന്തിക്കോസുകാരുടെ യോഗത്തിന് കെട്ടുകണക്കിന് ബ്രദറുകാരിരിപ്പുണ്ട്. ഒറ്റ സ്തോത്രം പറയാത്ത, ഉപ്പ് നോക്കാൻ സ്തോത്രം പറയാത്ത കെട്ടുകണക്കിന് ആളുകൾ. നിങ്ങൾ സ്നേഹിച്ചാലും വെറുത്താലും ഇനി നിലമ്പൂരിന് വരാൻ പറ്റിയില്ലെങ്കിലും ആത്മനിറവില്ലാത്ത ഒരുത്തനെ സ്വർഗം വെറുതെ കിടന്നത് വാടകയ്ക്ക് കൊടുത്താലും അവിടെ കയറ്റിയല്ല. അത് 1 തരം, 2 തരം, 3 തരം. പറ്റുമെങ്കിൽ ഒരു ആമയും പറഞ്ഞാട്ടെ. അതിനകത്ത് പാസ്റ്റർ ഇല്ല, അതിനകത്ത് വിശ്വാസിയില്ല, അതിനകത്ത് കോടീശ്വരനില്ല, അതിനകത്ത് ടെക്സാസ് ഇല്ല, അതിനകത്ത് സിംഗപ്പൂരില്ല, അതിനകത്ത് 40 ലക്ഷത്തിന്റെ വണ്ടിയില്ല. എന്റെ ആത്മാവില്ലാത്തവന് എനിക്കുള്ളവനല്ല. പോട്ടെ, ഞാനിതൊക്കെ പറയാനായി മുൻപോട്ട് വരുന്നത്. നിങ്ങൾ എന്നോട് കൂടെ വരണം ദയവായിട്ട്. യേശു കർത്താവ് നടന്നു ചെല്ലുമ്പോൾ യോർദാന്റെ തീരത്ത് നിന്നേച്ച് ആമെ കഠിനവാക്ക് സംസാരിക്കുന്ന, കട്ടിപ്പുരികമുള്ള, കടുത്ത ഭാഷയുള്ള, ക്രാരവ ശബ്ദമുള്ള, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇരട്ടച്ചങ്കൻ, മരുക്കമില്ലാത്ത ഒരു മനുഷ്യൻ യോർദാന്റെ തീരത്തെ വിറപ്പിക്കുകയാണ്. ആരാണ് ആ മനുഷ്യൻ? വയസ്സാം കാലത്ത് ഒരു നീതിമാന ദൈവം വാഗ്ദത്തം കൊടുത്തൊരു പൊന്നുമകൻ, പേര് യോഹന്നാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ 4. 1, സർപ്പസന്തതിയെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. 2, അവൻ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ അയോഗ്യനാണ്. പ്രസംഗം 3, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീയിലിറക്കാൻ പോകുകയാണ്. വരുന്നത് യേശുവാണ്, ഉലകത്തിന്റെ ഉടമസ്ഥൻ, ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയവൻ. ആമൻ. ഈ ഭൂമിയെ ചാണ് പിടിച്ചളക്കാൻ കരുത്തുള്ള ഒരു മഹാദൈവത്തെ കണ്ടു. അറച്ചു, വിറച്ചു, ഭയന്നു, ആമേ, അസ്ഥിരനായി പുറകോട്ട് കാലുവെച്ച് യോഹന്നാനോട്, അരുത്, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. യേശു വെള്ളത്തിൽ നിന്ന് കയറി. ആമേൻ. നനഞ്ഞ മുടിയോടെ, നനഞ്ഞ തുണിയോടെ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധങ്ങളെ ഭേദിച്ചൊരു പിതൃശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അനന്തരം 40 ദിവസങ്ങൾ യേശു ഉപവസിച്ച്, ഉപവാസം കഴിഞ്ഞ അനന്തരം യേശുവിന് വിശക്കുന്നു. ഇനി മുതൽ കുറച്ചും കൂടെ ഗൗരവമായിട്ട് എന്നെ കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. സാത്താൻ കെട്ടടിച്ചു വിട്ട പരീക്ഷകൾ 3. 1,
കല്ലിനോട് അപ്പമാകാൻ പറ. ആമേൻ, കല്ലിനോട് അപ്പമാകാൻ പറ. സാത്താൻ യേശുവിനോട് ചോദിച്ച പ്രൗഢഗംഭീരമായ 2 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന്, ആമേൻ, നിനക്ക് വിശക്കുന്നില്ലേ? 2, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം. 1, നിനക്ക് വിശക്കുന്നില്ലേ? 2, നിനക്ക് ജീവിക്കണ്ടേ? ഞാൻ എപ്പോഴും പറയും, ഈ വാക്ക് ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചോദിച്ചിരുന്നെങ്കിൽ ഡിവോഴ്സ് നടക്കത്തില്ലായിരുന്നു. ചില ഭാര്യമാർ ഇതാ ചോദ്യം, അച്ഛന് വിശക്കുന്നുണ്ടോ, വല്ലതും കഴിക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ആ കുടുംബം നശിക്കത്തില്ലായിരുന്നു. നിങ്ങൾ നോക്ക്, സാത്താന്റെ സംഭാഷണ ശൈലി കണ്ടോ? നിനക്ക് ജീവിക്കണ്ടേ, നിനക്ക് വിശക്കുന്നില്ലേ? യേശു പറഞ്ഞ മറുപടി പുതു നിയമസഭയുടെ അടിസ്ഥാനമാണ്. യേശു പറഞ്ഞ മറുപടി, സാത്താനെ, ഇത് ആഹാരം തിന്ന് വയറ് നിറയ്ക്കുന്ന തലമുറയല്ല, ഇത് വചനം കേട്ട് നിത്യതയിൽ പോകുന്ന തലമുറയാ. എത്ര പേർക്ക് ആ കരമുയർത്തി ആമേൻ പറയാൻ പറ്റൂ? പുതുനിയമസഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഉദരപൂരണമല്ല, മറിച്ച് നിത്യതയാണെന്ന്. ഞാൻ ഇറങ്ങിയത്, ഞാൻ ദൈവത്തെ സേവിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നവർക്കായി സ്തോത്രം. കാലോചിതമായി ദർശനങ്ങൾക്ക് തുരുമ്പടിക്കുന്നുണ്ട്, നമ്മുടെ രീതികൾ ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ യേശു പറഞ്ഞ വാക്ക് വളരെ ശക്തമാണ്. ഇത് വയറ് നിറയ്ക്കലല്ല, മറിച്ച് ഇത് വചനത്തെ മുറുകെ പിടിച്ച് നിത്യതയിൽ കേറിപ്പോകലാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ കയ്യടി മുഴുവൻ അടിച്ചിട്ട്, ഈ പാട്ട് മുഴുവൻ പാടിയിട്ട്, ഈ അന്യഭാഷ മുഴുവൻ പറഞ്ഞിട്ട്, അവസാനം കാഹളം ധ്വനിച്ചിട്ട് എങ്ങാനും പോകാൻ പറ്റിയില്ലെങ്കിൽ, ഒന്ന്, നാട്ടുകാരുടെ ഉറക്കം മുഴുവൻ നാം കെടുത്തിയതാണ്. ആമേൻ, നിത്യതയിലെത്തിയില്ലെങ്കിൽ എത്ര അപകടമാണ്. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? പൗലോസ് പറഞ്ഞ വാക്കോർക്കുന്നുണ്ടോ? വല്ലവിധേനയോ, ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, വല്ലവിധേനയോ എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ഉയർപ്പുണ്ടാകണം. ഞാൻ ആ വാക്ക് വായിച്ച് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. കൊച്ചെ, എനിക്ക് ഇച്ചിരി ഫീഡ്ബാക്ക് തരാമോ? വല്ലാതെ പേടിച്ചിട്ടുണ്ട്. കാര്യം എന്നറിയോ? 3-ാം സ്വർഗത്തിൽ പോയ മനുഷ്യൻ, കത്തുന്ന നരകത്തിന്റെ ചൂടറിഞ്ഞൊരു ദൈവ മനുഷ്യൻ, 40 പട്ടണവും 9 ദ്വീപ് വിളക്കിയ ഒരു അസാധാരണനായ ദൈവത്തിന്റെ മനുഷ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിഗളിക്കാതിരിക്കാൻ സാത്താന്റെ ദൂതനെ ശൂലം കൊണ്ട് കുത്താൻ നിർത്തിയിട്ടും ദൈവത്തിന് പേടിക്കാനില്ലാത്ത ഒരു അഭിഷിക്തൻ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് വല്ലവിധ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? PM ഫിലിപ്പ് സാറ് പറഞ്ഞു 3 വാക്കുകൾ ഞാൻ പറയാം. 1, സ്വർഗത്തിൽ ചെല്ലുമ്പോ 3 അത്ഭുതം കാണും. 1, പ്രതീക്ഷിക്കുന്ന പലരും അവിടെ കാണുകയില്ല. കണ്ടോ സ്വത്രം പറയാതിരിക്കുന്നു കണ്ടോ? 2, ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും. 3-ാമത്തത് സഹിക്കാൻ മേലാത്തത്, നമ്മളെങ്ങനെ അവിടെ ചെന്നാൽ അതൊരു അത്ഭുതമായിരിക്കും എന്ന്. എത്ര പേരാമേ പറയുന്നത്? 1, പ്രതീക്ഷിക്കുന്ന പലരും അവിടെ കാണും. ദേവാസന്മാരെ, എന്നെ ഒന്ന് സഹായിക്കാവോ? ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വത്രമൊക്കെ ഒന്ന് പറഞ്ഞു വിടാവോ? ഒരു 9 മണി വരെ ഈ വണ്ടി ഒന്ന് ഓടിപ്പോട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും, പ്രതീക്ഷിക്കുന്ന പലരും അവിടെ കാണുകയില്ല. 3-ാമത്തത് അപ്പച്ചൻ ചിരിച്ചോണ്ടാ പറയുന്നത്, നമ്മളെങ്ങാനും അവിടെ കേറി കിട്ടിയ അത് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ എപ്പോഴും പറയും, രക്ഷ എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഫ്യൂച്ചർ ടെൻസിലാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം, ഇവരൊക്കെ ഈ രക്ഷ പ്രാപിച്ചവരുടെ അല്ല, പ്രാപിപ്പാനുള്ളവരുടെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബാംഗ്ലൂരിന് പോകുന്ന ട്രെയിന് ടിക്കറ്റ് എടുത്ത് AC കമ്പാർട്ട്മെന്റിൽ കയറി പുതപ്പിട്ട് മൂടി, ടിക്കറ്റ് കയ്യിലുണ്ട്, സീറ്റും കിട്ടി. പക്ഷെ ബാംഗ്ലൂർ എത്തിയില്ലെന്ന് ഓർത്തോണോ? ഏതെങ്കിലും ഒരു കടലുണ്ടിപ്പാല ഒടിഞ്ഞാൽ ഉപ്പുവെള്ളം കുടിച്ച് തൊലയത്തേ ഉള്ളൂ നമ്മൾ. എത്തിയിട്ടില്ല. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ ലക്ഷ്യം നിത്യതയാ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എന്റെ ലക്ഷ്യം നിത്യതയാ. താങ്ക് യു ജീസസ്. പോട്ടെ, ഇത് ഉദരപൂരണ മാർഗമല്ല. അപ്പൊ ചോദ്യം, നിങ്ങൾ നല്ല മനുഷ്യരായതുകൊണ്ട് കുഴപ്പമില്ല, ഇത് തിരുവല്ലയിലൊക്കെ ആയിരുന്നെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞതിനാൽ ചോദ്യം ചോദിക്കുക, എന്നാ പിന്നെ ഈ ഉദ്ദേശിമാരെല്ലാം എങ്ങനെയാ വീട് വെച്ചെന്ന്, വണ്ടി മേടിച്ചെന്ന്,
400 രൂപയുടെ സൈക്കിളും കൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു അപ്പന്റെ മോനാ ഞാൻ. ഇന്ന് കയറിക്കിടക്കാൻ വീടുണ്ട്, ഓടിച്ചു നടക്കാൻ വണ്ടിയുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? മറുപടി വളരെ സിമ്പിളാണ്. എന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യേശുവിനെ സേവിക്കുന്നത് ഉദരപൂരണത്തിനല്ല, സേവിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ആ നാമം ഉച്ചരിച്ചാൽ ഇവിടെ നിന്നെ മാനിക്കാൻ ആ നാമത്തിന് പവർ ഉണ്ടെന്ന് ആ കരമെന്ന് തട്ടിവരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പച്ച മലയാളത്തിൽ പറയാം, കാർ ഓടിക്കുന്നത് കരിയല പറപ്പിക്കാനല്ല, കാർ ഓടിയാൽ കരിയല പറക്കും, അത്രേ ഉള്ളൂ. പിന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാ. ഇല്ല, യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കൂ, അയാൾ എന്താ പറഞ്ഞു നിങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. 3 ദിവസം യേശുവിന്റെ കൂടെ വെളിമ്പ്രദേശത്തിരുന്നവർക്ക് 3-ാം ദിവസം വിശക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഒരു വാക്ക് ഞാൻ കൂട്ടി പറയാ. 3 ദിവസം കൂടെ ഇരുന്നവരുടെ വയറിന്റെ വിശപ്പറിഞ്ഞെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി അവനെ ആരാധിക്കുന്ന നിന്റെ തലമുറ മാനിക്കാൻ, നിന്റെ വീടിനെ മാനിക്കാൻ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും. ഹല്ലേലൂയ. പോട്ടെ, സാത്താന്റെ പരീക്ഷ 2 വളരെ ഗൗരവമായിട്ട് പറയണേ. സമയം വളരെ കുറയുന്നു എന്നെനിക്കൊരു പേടിയുണ്ട്. 2, യേശുവിന്റെ ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റിച്ച് സാത്താൻ എത്ര സിമ്പിളായിട്ട് പറഞ്ഞ, ചാടിക്കോ, ദൂതന്മാർ ഇതിനെ പിടിച്ചോളും. പ്രശ്നം മാത്രമല്ല, സൊല്യൂഷനും സാത്താൻ പറഞ്ഞു കൊടുക്കുക, ചാടിക്കോ, ദൂതന്മാർ നിന്നെ പിടിച്ചോളൂ. ഇതൊക്കെ കേൾക്കുവാണെങ്കിൽ നമ്മളെന്നേ ചാടിയേനെ. യേശുവിന്റെ മറുപടി ശാന്തമാണ്. യേശുവിന്റെ മറുപടി ഗംഭീരമാണ്. സാത്താനെ, ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. അതിന്റെ മലയാളം ഞാൻ പറയാം, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. തള്ളിയിട്ടാ പിടിക്കും, ചാടിയാ പിടിക്കുകയില്ല. ആ മലയാളം മനസ്സിലായൊരു രാമൻ പറഞ്ഞാട്ടെ. യേശു പിടിക്കുമെന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു നിലമ്പൂക്കാരൻ ചാടിയാൽ നീ ഓടിയും, നീ അവിടെ കിടന്ന് മുടിയും. ഹല്ലേലൂയ. ആമേൻ. തള്ളിയിട്ടാ പിടിക്കുമെന്ന്, ചാടിയാ പിടിക്കുകയില്ല. യേശു അത്ഭുതം. ഞാന് മാവേലിക്കരയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ച, ഞാനിപ്പോ ഇരിക്കുന്ന 7ാമത്തെ സഭയാണ്. കർത്താവിന്റെ കൃപയാൽ സഭയുടെ പാസ്റ്ററായിട്ട് ഇത് 30ാമത്തെ വർഷമാണ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. മാവേലിക്കരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ വാതിക്കൽ ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊരു രോഗിയാ. ഞാൻ പറഞ്ഞു, അതിന് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ നിങ്ങളുടെ യേശു ദൈവമാണെന്ന് ഞാൻ സമ്മതിക്കാം. ഞാൻ അയാളുടെ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇയാളെ സൗഖ്യമാക്കിയിട്ട് ദൈവമാകേണ്ട ഗതികേട് യേശുവിനില്ല. അടുത്ത വാക്ക് നിങ്ങൾക്ക് കേട്ടാ ഇഷ്ടപ്പെടുകയല്ല, പക്ഷെ അവിടെ ഉപയോഗിക്കാൻ വേറെ വാക്കില്ല. ഇയാളെ നിൽക്കുന്ന നിപ്പിച്ചത്തുപോയാലും യേശു ദൈവമാണ്. ഞാൻ ദൈവമക്കളോടൊരു ദൂത് പറയാ, ആരാധനക്കാരുടെ ആരവം കൂടിയപ്പോൾ ദൈവമായതല്ല എന്റെ യേശു, അവൻ ദൈവമായതുകൊണ്ട് നാം അവനെ ആരാധിക്കുകയാ. ആ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ പലരും ദൈവങ്ങളാകുന്നത് ആരാധനക്കാരുടെ ആവേശം കൂടിയപ്പോഴല്ലേ? അങ്ങനെയല്ലേ? കർത്താവ് പറഞ്ഞു, ഇയാള് മിണ്ടണ്ടോ, വാപൂട്ടിയിരുന്നോ. ഈ കല്ലാർക്ക് വന്ന് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിലമ്പൂക്കാര് കൈവക്കുന്ന കണ്ടേച്ച് ദൈവമാകാൻ ഇരിക്കുകയല്ല എന്റെ യേശു, അവൻ അനാദിയായ ദൈവമാണ്. സാത്താൻ പറയാ, ചാടിക്കോ. യേശു പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. പരീക്ഷ 3. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ നല്ല ദൈവമക്കളാ, വളരെ ഗൗരവമായിട്ട് തന്നെ കേട്ടിരിക്കണം. പണ്ട് കുമ്പനാടൊരു സായിപ്പ് പ്രസംഗിക്കാൻ വന്നിട്ട് വായലച്ച് കിടന്ന് പ്രസംഗിച്ചിട്ടും ഒറ്റ ദൈവമക്കൾ സ്വത്രം പറഞ്ഞില്ല. അന്നേരം എനിക്കൊന്ന് ചെറുവക്കല ജോൺസൺ പാസ്റ്ററാന്ന് തോന്നുന്നു, അദ്ദേഹത്തെ കൊണ്ട് ഹോട്ടലിലോട്ട് പോയ വഴിക്ക് സായിപ്പ് ചോദിച്ചു, എൻ്റെ പ്രസംഗം ഏറ്റില്ലേ, എല്ലാവരും മിണ്ടാതിരിക്കുകയാണല്ലോ. അപ്പൊ സായിപ്പ് ചീറ്റിപ്പോയെന്ന് പറയാനുള്ള ജോൺസൺ പാസ്റ്റർ മടികൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മലയാളികൾ ഇങ്ങനെയാ ഗൗരവമുള്ള കാര്യം പറഞ്ഞാൽ ഗൗരവമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. നിലമ്പൂക്കാരും ഗൗരവമുള്ളവരാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ വെച്ച് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നല്ല രാമൻ പറയാൻ പറ്റുമോ കർത്താവിന്?
ഹല്ലേലൂയ. ആമേ. മൂന്നാമത് സാത്താൻ യേശുവിനോട് പറയുകയാ, ആമേ 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധനത. നിലമ്പൂര് 3 ഷട്ടറിന്റെ കടയും അങ്ങ് മണിമലയിൽ 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 2.5 ഏക്കർ റബ്ബർ തോട്ടവും, ആമേ ഏതോ രാജ്യത്തോട്ടൊരു വീസയും തരാമെന്നല്ല സാത്താന്റെ ഓഫർ. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, ഒരൊറ്റ ആരാധന. പെന്തിക്കോസുകാരെ ചെവിക്കകത്ത് ഈ ഉരുക്കി കഴിച്ച് കേക്ക്. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരത്തെക്കാൾ പവറാണ് ഒരൊറ്റ ആരാധനയ്ക്ക്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലേക്ക്. 20 പൈസയാണ് അന്ന് ബസ്സിൽ കൺസെഷൻ. 20 പൈസ തരാനില്ലാത്ത ഒരു അപ്പന്റെ മോനായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ഒരു അലൂമിനിയം പെട്ടിക്കകത്ത് എൻ്റെ 3 ബുക്കും 2 പുസ്തകവും കൂടെ വെച്ച് സ്കൂളിലോട്ടൊരു നീല കാച്ചിട്ട് വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് ഇങ്ങനെ വളരെ വേഗത്തിൽ നടന്നു പോകുമ്പോൾ, കുമരകത്തെ, എൻ്റെ സ്ഥലം കുമരകമാ, 4-5 അമ്മച്ചിമാര് പ്രാർത്ഥനയ്ക്ക് പോവുക. കുമരകത്തെ അമ്മച്ചിമാര് നല്ല തെറമുള്ള അമ്മച്ചിമാരാ. നല്ല പാടത്ത് പണിയെടുത്ത് പുല്ലുവെട്ടി കഠിനാധ്വാനം ചെയ്ത് അവരൊക്കെ വീട്ടിൽ നിന്ന് സാരി ഉടുത്തിറങ്ങും. ചർച്ചിൽ ചെല്ലുമ്പോഴേ സാരി ഉടുത്ത് തീരത്തുള്ളൂ. നമ്മുടെ അമ്മമാരെ പോലെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഇറങ്ങുന്നവരല്ല. ഒരു പരുവത്തിന് 100 വിട്ടു പോകുമ്പോ ഞാൻ വെറുതെ ഒരു അമ്മയോട് ചോദിച്ചു, അമ്മ ഇന്ന് എവിടെയാ പ്രാർത്ഥന? ആ അമ്മ എന്നോട് തിരിച്ചു വെച്ചു, നീ ഏതാടാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നാരുടെ മോനാ. ഞങ്ങളുടെ നാട്ടിലെ ആദ്യ ഹിന്ദു കൺവേർട്ടാണ് എൻ്റെ അപ്പൻ. അമ്മ വളരെ പ്രമാദമായ ഒരു സാക്ഷ്യം എൻ്റെ അപ്പനുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയാം. അമ്മ ഞാൻ ഇന്നാരുടെ മോനാ. എന്നിട്ട് ഞാൻ ആ അമ്മച്ചോട് പിന്നെ ചോദിച്ചു, എവിടാ പ്രാർത്ഥന? അമ്മച്ചി പറഞ്ഞു, ഇവിടെ IPCയുടെ ഒരു ചർച്ച ഉണ്ട്, അവിടെ പ്രെയർ നടക്കുക. ഉമ്മൻചാണ്ടി സാറിന്റെ അമ്മാവനൊക്കെ കൂടുന്ന ഒരു പഴയ സഭയുണ്ട്. അവിടെ യോഗം നടക്കുക. അപ്പൊ ഞാൻ വെറുതെ എടുത്തു ചോദിച്ചു, ഇന്ന് ആരാ? വല്ല പ്രത്യേകം പാസ്റ്റർമാര് വല്ല വരുന്നുണ്ടോ? ആ അമ്മച്ചി പറഞ്ഞ മറുപടി ഞാൻ ഒരിക്കലും മറക്കുകയല്ല. അഭിഷേകം കൊടുക്കുന്നു, ഉപദേശി വരുന്നുണ്ടെന്ന്. ഇന്നെങ്ങാനുമാണ് ആ പാവത്തിനെ പച്ചക്ക് കെട്ടിത്തൂക്കണേവന്മാരെല്ലാം കൂടെ കൂടി. അമ്മച്ചിയുടെ വാക്ക് ക്ലാവ് പിടിക്കാത്ത വാക്കാ. അഭിഷേകം കൊടുക്കുന്നു, ഉപദേശി വരുന്നുണ്ടെന്ന്. മനസ്സിലായോ? മാങ്ങാനം ജോസഫിനെ കുറിച്ചാ പറഞ്ഞത്. എന്നിട്ട് ഈ അമ്മച്ചി എന്നോടൊരു വല്ലാത്ത ചോദ്യം, നീ അഭിഷേകം പ്രാപിച്ചോടാ? നിങ്ങൾ കേട്ടില്ല ആ ചോദ്യം. ഇപ്പൊ ഞാൻ ചോദിക്കേണ്ട ഗതികേട് ഇവിടെ വരും, കണ്ടോണം. നീ അഭിഷേകം പ്രാപിച്ചോടാ? ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞ്. ആ അമ്മച്ചി കാസയിൽ ഇട്ടതിനൊക്കെ വലിയൊരു ബോംബ് എന്റെ മണ്ടക്കിട്ടേച്ച പോയത്. അഭിഷേകം പ്രാപിച്ചില്ല, നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞേച്ച് ഈ അമ്മ ഒറ്റ വിടിയിലാണ്. ഞാൻ പെട്ടിയും പിടിച്ചുകൊണ്ട് നടുറോട്ടിൽ ഇങ്ങനെ നിൽക്കുക, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് മാർക്ക് കിട്ടിയിട്ട് നരകത്തിൽ പോയ എന്നാ പ്രയോജനം? അതുകൊണ്ട് എൻ്റെ ഇരിക്കുന്ന പെട്ടിക്കട വെച്ചിട്ട് നീലക്കാച്ചട്ടം വെള്ളം ഉടുപ്പ് ഇട്ടുകൊണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ ജർമ്മൻ പോകുന്ന പോലെ ഞാൻ ആ 5 അമ്മച്ചിമാരുടെ പുറകെ പ്രാർത്ഥനയ്ക്ക് പോയി. പുൾപിറ്റിന് ചോട്ടി പോയി മുട്ടിപ്പോയിരുന്നു. ഉടുപ്പയിലൊക്കെ ഇങ്ങനെ നീലം പടർന്നിരിക്കുന്ന ഒരു പഴകിയ ജുബായി വിട്ടുകൊണ്ട് മാങ്ങാനത്തെ അപ്പച്ചൻ നിന്ന് ശിശു കുടിക്കുമ്പോ വളരെ ചെറുപ്പത്തിലെ വാവിട്ട് കരഞ്ഞു, അപ്പാ സ്വർഗത്തിൽ കയറണമെങ്കിൽ അഭിഷേകം വേണം, അതുകൊണ്ട് തരണമേ. പ്രാർത്ഥിച്ചോണ്ടിരുന്ന കൂടെ അപ്പച്ചൻ വന്ന് തലയിലോട്ടൊന്ന് കൈവച്ചു. എനിക്ക് ഓർമ്മയില്ല. ഇന്ന് ബന്ധുക്കോസുകാർക്ക് ആരാധിക്കാൻ പേടിയാ. ഒന്ന് ചാടിപ്പോയ പ്രശ്നം, തുള്ളിപ്പോയ പ്രശ്നം, ഒച്ചത്തിൽ ഗ്ലോറി പറഞ്ഞ പ്രശ്നം, ഒന്ന് നൃത്തം ചെയ്താൽ എങ്ങനെ ആരാധിക്കണമെന്ന് മറ്റുള്ളവരാ തീരുമാനിക്കുന്നത്. നമ്മൾ പാവകളാണ്, കീ കൊടുത്ത പാവയെ പോലെ. ഇതിന്റെ അപ്പുറത്തോട്ട് ചാടാൻ ആന്റിക്ക് പേടിയാ. ഒന്നാമത്തെ കാര്യം, ഈ മീഡിയ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? പീരങ്കി പോലെയാ അവര് നിൽക്കുന്നത്. ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വെക്കും. അത് ഏതെങ്കിലും ഒരു പീസാരുടെ കൈ കിട്ടിയാ തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അമാതൃകയിൽ വേഷം കെട്ടണമെന്നുള്ള വാക്കല്ല. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ത്രിത്വത്തിൽ മൂന്നാമനാകുന്ന ഡുനാമിസ് എന്ന പരനാമമുള്ള അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങിയെന്ന് ഞാൻ വായിച്ചത് ബാലരമെന്നല്ല, ഈ പുസ്തകത്തിന്റെ അകത്തുനിന്ന്. എത്ര പേർക്ക് ആരാധിക്കാൻ പറ്റൂ? നിലമ്പൂരിനെ ഇളക്കാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ. നമ്മുടെ സഭകളിൽ ചെന്ന് നോക്ക്, മെഴുക് പ്രതിമകളുടെ എണ്ണം കൂടുക സഭകളിൽ.
ഭയങ്കര ആരാധന വെളിപ്പെടുമ്പോ ഇങ്ങനെ നിലാവത്തെ കോഴിക്കുഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. അവസാനം ഒട്ടും സഹിക്കാൻ മേലാതെ വരുമ്പോ പഴയ മാരുതി 800 വൈപ്പർ അടിക്കുന്ന പോലെ ഒരു ടാറ്റ. ഇതിന്റെ അപ്പുറത്ത് ഇന്നാണ് ഞാൻ ഒരാളോട് ചോദിച്ചു, എന്നെ ആരാധിക്കാഞ്ഞത്. നേരെ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞത്, ഒരു നടത്ത് പേട്ടിയില്ലെന്ന്. എനിക്കത് കേൾക്കുമ്പോ അരിശമാ. ഒരു ബോട്ടേന്ന് ഒരുത്തനെ വെള്ളത്തിലോട്ട് എടുത്തിട്ട് നോക്ക്, നീന്താൻ നടത്തിപ്പ് കിട്ടിയില്ലെന്ന് പറയുന്നത് ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ആരോട് പറയാൻ? വെള്ളത്തിലോട്ട് എടുത്തിട്ട് കയ്യും കെട്ടി അവിടെ നിന്റെ വീട്ടിൽ പിറ്റേ ദിവസം പന്തല് ഊദേശിമാര്, അവസാനം റോബസ്റ്റാപ്പഴം, പിന്നെ വട, ഭയങ്കര പരിപാടിയാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് ശവാടക്കാൻ ചെന്നപ്പോ ഒരാന്റി 4 പൊതി എടുത്തുകൊണ്ട് പോണു സെമിത്തേരിന്ന്. അന്നേരം ഞാൻ എൻ്റെ അടുത്തിരുന്ന് പാസ്റ്ററോട് ചോണ്ട 4 പൊതിയും കൊണ്ടുപോകുന്നു. പാസ്റ്റർ പറഞ്ഞ് സങ്കടം സഹിക്കാൻ മേലാഞ്ഞിട്ടാന്ന് പറഞ്ഞു. എന്നാ ബന്ധിക്കോസാടു, ആരാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് വിട്ടത്? ദൈവത്തെ സേവിക്കാൻ എന്നെ അടുത്ത യോഗത്തിന് വിളിക്കണ്ട. എനിക്ക് ഒത്തിരി ഇഷ്ടമാ ജോയി പാറക്കൽ മാസ്റ്ററെ. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇത്ര ഗൗരവമായിട്ട് കാലപ്പഴക്കത്തിന്റെ തുരുമ്പ് അദ്ദേഹത്തിന് പിടിച്ച് അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ഞങ്ങളുടെ നാട്ടുകാരെ മൊത്തം പറയുന്ന അച്ഛാ ചിരിക്കുവാണോ ദേഷ്യം കയറുവാണോ അച്ഛാ? അതിന് ഞാൻ പാരം വീട്ടിച്ചേക്കുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഗൗരവമായിട്ട് എന്നെ കേൾക്കണം, ഗൗരവമായിട്ട് എന്നെ കേൾക്കണം. ഒരാരാധനയുടെ വില. റാന്നിയിൽ ഒരു അമ്മച്ചിയെ പാസ്റ്റർ വിളിച്ചു, ദൈവമേ സമയം പോയില്ലേ കർത്താവേ, ആരാണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നു സമയം വേഗം പോകണേന്ന്. പോകുകയില്ല, യേശുവിനാദ്യം പതുക്കെ പോകും. റാന്നിയിൽ ഒരു അമ്മച്ചിയെ പാസ്റ്റർ വിളിച്ചു, അമ്മ നാളെ സഭായോഗത്തിന് വരുമോ? അമ്മച്ചി വളരെ സിമ്പിളായിട്ട് പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് സ്റ്റെപ്പ് കയറാൻ മേല, കാലിന്റെ പുറയിലത്തെ മസിൽ പിടിക്കുന്നു. സത്യമായിരിക്കും സ്റ്റെപ്പ് കയറാൻ മേല. പക്ഷെ യാഥാർത്ഥ്യം കേൾക്കണോ, ചർച്ചിനാകെ 4 സ്റ്റെപ്പേ ഉള്ളൂ. ആകെ 4 സ്റ്റെപ്പേ ഉള്ളൂ. പാസ്റ്റർ പറഞ്ഞ പിന്നെ ആയിക്കോട്ടെ, പണ്ടത്തെ കാലത്തെ പോലെ ഉമ്മച്ചനപ്പച്ചന്റെ കാലത്തെ പോലെ എടി ആരാധനയ്ക്ക് വന്നേക്കണോടി എന്ന് പറഞ്ഞാൽ കച്ചവടം കഴിഞ്ഞു. അത്ര അധികാരം ഇന്ന് ഉപദേശിമാർക്ക് നമ്മുടെ വിശ്വാസികൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിച്ചരണ്ട് ഉരുണ്ടാ നിൽക്കുന്നത്. നിങ്ങൾ എത്ര പേരുടെ കേൾക്കുന്നു? പിറ്റേ ദിവസം രാവിലെയാ വെള്ളം കയറി ചെന്നത്. ആ 4 സ്റ്റെപ്പ് കയറാൻ മേലാത്ത അമ്മമ്മ 3-ാം നിലയുടെ മേളിലേക്ക് എലിവാണം വിട്ടതുപോലെയാ പോയത്. എടോ, ഇത് കുരുത്തക്കേടാണ്. ആരാധിക്കാതിരിക്കുന്നത് നമ്മുടെ അഹങ്കാരമാ. പൈസ കൊണ്ട് പോക്കറ്റിൽ കിടക്കട്ടെ, റബ്ബർ കൊണ്ട് പറമ്പി നിൽക്കട്ടെ, ഡോളറും ദിനാറും പൗണ്ടും ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കിടക്കട്ടോ. ഇന്ന് രാത്രി അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ആ കരമൊന്ന് തട്ടി അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറാം. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ തൊട്ട് ജാക്സന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ തൊണ്ടയിൽ 80% കാറ്റും 20% ശബ്ദമുള്ളത്. അവൻ എന്നെ സഹായിച്ചില്ലെങ്കിൽ നീ കോട്ടയം വഴിയാണ് പന്തളത്തിന് പോകുന്നതെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. എൻ്റെ ഈ കൊച്ചു പ്രഭാഷണ ജീവിതത്തിൽ ഞാനെന്ന ഈ കൊച്ചു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിരട്ടിയ ഒരു അധ്യായമുണ്ട് പുസ്തകത്തിൽ. അത് മത്തായി 25 മത്തായി 25. എന്തുകൊണ്ട് ആ അധ്യായം എന്നെ പേടിപ്പിച്ചത്? മറുപടി ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. എന്നാ ക്രിസ്ത്യാനിറ്റി? വെള്ള ഉടുപ്പോ, കുരിശോ, കൊടയോ, കുന്തിരുക്കവോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ആ ചാപ്റ്റർ വേറൊരു സ്വഭാവമുള്ള അധ്യായമാണ്. എന്താണ് ക്രിസ്ത്യാനിറ്റി? മലയാളം മറുപടി വളരെ സിമ്പിളാണ്. മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി കെട്ടിടത്തിലല്ല, ക്രിസ്ത്യാനിറ്റി ഗുഹയിലല്ല, ക്രിസ്ത്യാനിറ്റി റോട്ടിലാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ സഭയെ വിളിച്ചത് ആ മാർഗക്കാരെന്നാണ്. എങ്ങോട്ടാ ഈ മാർഗം? അപ്പച്ചന്മാർ എഴുതിയ പാട്ട് ഓർക്കുന്നുണ്ടോ? സിയോൻ സഞ്ചാരി യേശുവിൽ ചാരി. യാത്രയാണ്. എനിക്ക് ആ കാര്യത്തിലൊക്കെ ഈ TPM-കാര് പാടുന്ന കേൾക്കണം. ഒരു സൈഡിലോട്ട് ഇങ്ങനെ തമ്പാരും വെച്ചോണ്ട് ആ നല്ല വെള്ളോട് പോയിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ? എനിക്ക് പാടാൻ ആവേശമുണ്ട്. ജോസ് തൊണ്ട വയ്യാത്തതുകൊണ്ടാ.
ഹല്ലേലൂയ. എന്ത്? ഓ എൻ മണവാളാ, എൻ മണവാളാ, എൻ മനം കവർന്നെൻ മനതാരിൽ കൂടി കൊണ്ട സുന്ദര രൂപനേ പ്രിയനേ. നമ്മൾ പാടിയ 9 സ്കെയില് 25 താളം പിന്നെ 3 ത്രിപട താളവും കൂടെ. അവര് പാടിയ ഒരാളുടെ കയ്യടി തെറ്റുകയില്ല, ഒരാളുടെ താളം തെറ്റുകയില്ല. മണവാൾ ഇന്നു വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. എന്ത് രസമാണ്! നമുക്കിതൊന്നും അറിയണ്ട. നമ്മൾ മിക്കവാറും പാടുന്ന പാട്ട് നിന്നെയും കൊല്ലും ഞാനും ചാവും എന്നുള്ള സാധനമാണ്. ഞാൻ ഒരു പാട്ടിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തുമില്ല. ആമേ. പുതിയ പാട്ടും പഴയ പാട്ടും എന്ന് പറഞ്ഞ് കാറ്റഗറി ചെയ്യരുത്. പഴയത് എഴുതിയാലും പുതിയത് എഴുതിയാലും എഴുതിയത് ആത്മാവിലാണോ അത് നല്ലതാണ്. അതിനങ്ങനെ അന്ന് അവർക്ക് വെളിപ്പാട് കൊടുത്ത ദൈവത്തിന് ഇന്ന് കൊടുക്കാൻ പറ്റിയല്ലേ? അതോ ദൈവം ഹാൻഡിക്യാപ്റ്റായോ? ഇല്ല, ഇല്ലെന്നേ. ഇന്ന് കിട്ടിയാലും അന്ന് കിട്ടിയാലും എഴുതിയത് ആത്മാവിലാണോ അത് കറക്റ്റ്. അല്ലാതെ വെറുതെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കരുത്. ഹല്ലേലൂയ. എന്നെ വരികല. ഞാനും മുട്ടത്തെ അപ്പച്ചനും കൂടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി അപ്പച്ചൻ ഇരുന്നങ്ങ് പാടുക. എന്നോട് പറഞ്ഞ്, ഞാൻ എടാ എൻ്റെ പാട്ടാ നിങ്ങളൊക്കെ പാടുന്ന ദേലപിച്ചോറ്. ഞാൻ പറഞ്ഞ ദേലപിച്ചോറ് അടിപൊളി. അന്നേരം അപ്പച്ചൻ പറഞ്ഞു, എടാ ദേലപിച്ചോറ് നല്ല ഞാൻ എഴുതിയത്, ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ, അത് നിങ്ങളെല്ലാം കൂടെ മാറ്റിയതാ. ഇപ്പോഴും അപ്പച്ചന് കേൾക്കുമ്പോൾ കഴിയാതെ. ഇപ്പൊ നിത്യതയിലാണല്ലോ. ഹല്ലേലൂയ. 7ാമത്തെ ദിവസം ആമേൻ കയറുകെട്ടിൽ പാതി കൂമ്പി ഇടന്ന് കണ്ണുമായിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടൊരു വീടിനെ നോക്കി ആ കർത്താവിന്റെ ദാസിയെ നോക്കിയിട്ട് ചോദിച്ചതാ, കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ എന്ന വരികളാ. മഴവില്ലതിന്മേൽ കരുതുക വേണ്ട അതിന്റെ ഭീകരങ്ങൾ, കെടുതികൾ തീർത്ത് നിന്നെ നടത്താനവൻ വിശ്വസ്തനാണെന്ന്. ഉദരത്തിനകത്ത് ചുക്കിലി പിടിച്ച് പട്ടിണിയുടെ 14ാമത്തെ ദിവസം വീടിന്റെ മേളിലെ പാറയിലെ ഓലിക്കകത്തുനിന്ന് വെള്ളമെടുക്കാൻ നിറകണ്ണുകളോടെ ഓലിയുടെ ചോട്ടിച്ചെന്ന് വെച്ച് അപ്പച്ചൻ ദൈവത്തോട്, അപ്പായേ ഈ ഓലിയിലെ വെള്ളം കഴിഞ്ഞ 13 ദിവസം എന്റെ വീട്ടിൽ ഞാൻ ചൂടാക്കി കൊടുത്തതാ, ഇന്നത്തേക്ക് ഈ ഓലിയിലെ വെള്ളം എനിക്കൊന്ന് തേനാക്കാവോ? അവിടെ നിന്നെഴുതിയതാ, പാറയിൽ നിന്ന് തേൻ പൊഴിയും, ജീവനീരിൽ നിന്ന് നീ കുടിക്കും, ഓ മരുഭൂപ്രയാണ കഴിയുന്ന വരെയും. ഇതൊന്നും കേട്ടിട്ട് സന്തോഷമുണ്ട്. 3-ാം ദിവസം പ്രസംഗിക്കുന്ന എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ആദ്യമൊക്കെ വന്നവർ ജീവനോടെ ഉണ്ടോന്നൊന്ന് വിളിച്ചു ചോദിക്കണം. ഹല്ലേലൂയ. അനീഷാന് പിന്നെ കുഴപ്പമില്ല. കാര്യം അദ്ദേഹം കൂടുതൽ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ അനങ്ങിയാലും അദ്ദേഹത്തിന് വിഷയമല്ല. അദ്ദേഹം വെച്ചടിച്ചങ്ങ് പോകും. കാര്യം അദ്ദേഹത്തിന് നല്ല ശീലമാണ്. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ഈ ദൂതിന്റെ ഗൗരവത്തിൽ വരാം. ഈ 25-ാം അധ്യായം എന്നെ വിരട്ടിയത് എങ്ങനെയാ? എബ്രായ ലേഖനത്തിലൊന്ന് ഓടിയെത്തണം. എന്നോട് കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ സന്തോഷമാണോ? ഒരു 6-7 പേരൊഴികെ ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്. 25-ാം അധ്യായത്തിൽ അടിവരയിട്ട 3 വാക്ക്. 1 കന്യക. കന്യക. ഒരാമയും പറയാമോ? 2 അവിടെ എഴുതിയിരിക്കുന്നത് പുറപ്പാട്, എക്സഡസ്, പുറപ്പെട്ടവർ. 3-ാമത്തെ വാക്ക് വിളക്കിലും പാത്രത്തിലും ഒന്ന് സഹായിക്കുന്നേ, എണ്ണ. 1-ാമത്തെ വാക്ക് 3 വിശദീകരിക്കാൻ നേരില്ല, അതെന്റെ പ്രമേയമല്ലാത്തത് കൊണ്ടാണ്. 1-ാമത്തെ വാക്ക് കന്യക. കന്യക എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? പുരുഷൻ തൊടാത്തവൾ. ആ വാക്കിന്റെ മീനിങ് എന്നാ? അനിഷേധ്യമായ വിശുദ്ധ ജീവിതം. അപ്പൊ മണവാളന്റെ മണിയറയ്ക്കകത്ത് കയറാനുള്ള ഏറ്റവും വലിയ യോഗ്യത വിശുദ്ധി തന്നെയാ. ഇനി ഒരു വാക്ക് ഞാൻ കേട്ടി പറയാം, വിശുദ്ധി പ്രസംഗ വിഷയമല്ല, വിശുദ്ധി ഒരു ആചരണമാണ്. ഓ, രാമയം പറഞ്ഞില്ല എന്റെ കർത്താവേ. ഞാനിവിടെ ഒന്നുകൊണ്ട് വിശുദ്ധിയെ കുറിച്ച് 10,000 പ്രസംഗം പ്രസംഗിച്ചത് കൊണ്ട് ഞാൻ വിശുദ്ധനാവണമെന്ന് നിർബന്ധമില്ല. വിശുദ്ധി ഇല്ലാതെ വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കാം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വിശുദ്ധി ഒരു പ്രബന്ധമല്ല, അതൊരാചരണമാണ്. ആ കരമുയർത്തി ഒരാമേൻ. ഞാൻ സാധാരണ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എലി പെറ്റ് കിടക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ഏതാണെന്നറിയോ? മദ്രാസ് മെയിൽ. നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? മദ്രാസ് മെയിൽ. യോ എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു കർത്താവേ, എന്തോ ഒരു എലിയാണെന്നറിയോ അതിനകത്ത്. നമ്മൾ ആ ട്രെയിനകത്തിരിക്കുമ്പോൾ നമ്മൾ നടക്കുന്ന പാസേജിൽ കൂടി ആ എലി നടന്നു പോകുന്നത്. പേടിയില്ല, ആളുകളെ കണ്ട് അറപ്പ് മാറിയ എലി.
തിരുവനന്തപുരത്ത് നിന്ന് എലീനെ കൊണ്ട് മദ്രാസിൽ പോകും, മദ്രാസിൽ നിന്ന് എലീനെ കൊണ്ട് ട്രിവാൻഡ്രത്ത് വരും. ഈ എലിക്ക് ഭാഷയില്ലാത്തതുകൊണ്ട് മദ്രാസിലെ എലിയാണോ തിരുവനന്തപുരത്തെ എലിയാണോ എന്നറിയാൻ മാർഗവും ഇല്ല. പക്ഷെ ഇന്ന് വരെ എലി കയറിയതിൻ്റെ പേരിൽ മദ്രാസ് മേലിൽ പിടിച്ചിട്ടിട്ടില്ല. എലിനും കൊണ്ടായി പോകുന്നത്. പക്ഷെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് എലി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഫ്ലൈറ്റ് പൊങ്ങുകയില്ല. പൈലറ്റ് ചാടി എഴുന്നേക്കും, ക്രൂ മെമ്പേഴ്സ് ആക്റ്റീവ് ആകും, യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കും. അല്ലെങ്കിൽ അതിൻ്റെ അടിക്കിടക്കുന്ന നമ്മുടെ ലഗേജ് മുതൽ മുഴുവൻ ഒരു 3.5 മണിക്കൂർ പോയി കിട്ടും. അവരുടെ ലക്ഷക്കണക്കിന് രൂപ പോയി കിട്ടും. അതിൻ്റെ എല്ലാ സിസ്റ്റവും നോക്കും. കാര്യം എന്നാണെന്നറിയാമോ? എലിക്ക് അത്രയും ചെയ്യാൻ കഴിയും. തിരിച്ചെല്ലാരെയും ഫ്ലൈറ്റിനകത്ത് കയറ്റിയപ്പോ ഒരമ്മച്ചി പൈലറ്റിനോട് ഇരിക്കുക, തനിക്കെന്താണോ ഇത്ര അഹങ്കാരം? 1000 എലീനെയും കൊണ്ട് ഞങ്ങൾ ട്രെയിനെ മദ്രാസിൽ പോയിട്ടുണ്ട്, തനിക്കെന്താ ഒരെലീനെയും കൊണ്ട് പോയാൽ? പൈലറ്റ് പറഞ്ഞ മറുപടി കേൾക്കണോ? നിലത്തൂടെ കിടന്ന് വലിയുന്ന വണ്ടിക്ക് എലി പ്രോബ്ലം അല്ലമ്മേ, പറക്കുന്നവന് പ്രോബ്ലമാണ്. ഹല്ലേലൂയ. പെന്തിക്കോസിനകത്ത് ഉപദേശം ഉണ്ടാക്കിയല്ല, പറക്കണമെങ്കിൽ ഇതെല്ലാം ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഹല്ലേലൂയ. വിശുദ്ധി, അത് സ്തോത്രം. രണ്ടാമത്തെ വാക്ക് പുറപ്പാട്, എക്സഡസ് എന്ന് പറഞ്ഞാൽ വീട് പൂട്ടി താക്കോലും കൊണ്ടുവരികയല്ല, വീട് പൂട്ടി താക്കോൽ അറബിക്കടലിൽ കളഞ്ഞേച്ച് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാ? ഇനി തിരിച്ചു പോക്കില്ല. നമ്മുടെ സഭകളിലൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ചെല്ല് പറഞ്ഞു കേട്ടില്ലേ, എന്നോട് കൂടുതൽ വഴക്ക് കൂടരുത്, പള്ളിയിൽ നിന്ന് എൻ്റെ പേര് വെട്ടിയിട്ടില്ലെന്ന്. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടില്ല, ഇയാൾ കഷ്ടപ്പെടണ്ട. അതിനെ ഞാൻ ഉണ്ടാക്കിയതാണോ അത്? എത്ര ജഡീകന്മാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? എൻ്റെ പേര് വെട്ടിയിട്ടില്ല, പാസ്റ്ററെ പേടിപ്പിക്കുക. എൻ്റെ പേര് അയ്യോ ആ സൈസ് ഒന്നും തമ്പുരാന്റെ അല്ല. എന്നെ ഉണങ്ങിയ ഹല്ലേലൂയ. സ്തോത്രം. വിട്ടാ ചിഞ്ഞു പോരണം. 40 വർഷമായി എൻ്റെ അപ്പൻ യേശുവിനെ തേടി ഇറങ്ങട്ടെ. എന്തെല്ലാം കഷ്ടതകൾ, പട്ടിണി, വൈദാഹം, പ്രതിസന്ധികൾ. ഇന്ന് വരെ അബദ്ധമായി പോയെന്ന് പറയുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാർ 5 എണ്ണം ഉണ്ട്. 2 IPC, 1 AG, 1 ന്യൂ ഇന്ത്യ, 1 സ്വതന്ത്ര സഭ. നിങ്ങൾക്ക് സ്വതന്ത്രനാരാന്നല്ലേ അറിയേണ്ടത്? ഞാൻ. സമാധാനമായല്ലോ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവര്, എന്നാ സഭയാണേലും പുസ്തകം ആചരിച്ചാൽ ദൈവസന്നിധി വേലയാ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലല്ലേ? ഹല്ലേലൂയ. പോട്ടെ. അപ്പോ ഈ കോട്ടയം ഭാഷ എന്ന് പറഞ്ഞ ഞാൻ ഭാഗം വിട്ടേക്കാം. ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി വായി നോക്കി നിൽക്കാൻ ഒറിജിനൽ വിശ്വാസിക്ക് അനുവാദമില്ല. അത്രേ ഉള്ളൂ. അന്ന് തന്നെ പപ്പടം പൊട്ടിക്കണമെന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് നടക്കുകയില്ല. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുകയില്ല. ഞാൻ സൗഹാർദ്ദം തകർത്തെന്ന് പറയും. മൂന്നാമത്തെ വാക്ക് പെട്ടെന്ന് പോവുക, വിളക്കിലും പാത്രത്തിലും എണ്ണ. നിങ്ങൾ കേട്ടില്ല? ഒരാമയും പറയാമോ? വിളക്കിലും പാത്രത്തിലും എണ്ണ. എല്ലാ 10 പേരുടെയിലും വിളക്കുണ്ട്, 10 പേരുടെ കയ്യിലും എണ്ണയുണ്ട്, 10 പേർക്കും കത്തലുണ്ട്. 77 കേട്ടില്ല? 77, 78, 79 എല്ലാവരുടെയും വിളക്കുണ്ട്, കത്തലുണ്ട്. ഈ കൂടെ നിങ്ങൾ എന്നെ ആഴമായിട്ട് ഒന്ന് കേൾക്കാവോ? ഹല്ലേലൂയ. ആമേൻ. ഈ കൂടെ 5 പേര് എന്നുവെച്ച് മറ്റേ 5 പേരോട് വെച്ചാ ഈ വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയില്ല. ഞാൻ ഈ പറഞ്ഞ പച്ച പുസ്തകമാണേ. ഈ വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുകയില്ല. പാത്രത്തിൽ എണ്ണ എടുക്കണം. അന്നേരം ഈ 5 പേര് പറഞ്ഞാന്നറിയോ? ഒന്ന് പോരാ, ഞങ്ങൾ എന്ന് തൊട്ട് ഈ വിളക്കും കൊണ്ട് നടക്കാമെന്നറിയോ? ഇയാൾ വേണം പോയി പാത്രം എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു. ഇത്രയും കൈയടിക്കുന്നുള്ളൂ, മനസ്സുകൊണ്ട് നീ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത്ര സ്തോത്രം ഉള്ളൂ. ഇയാള്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മാതാപിതാക്കൾ ആരാധിച്ചാൽ മക്കൾ ആരാധിക്കും, ഉപദേശിമാർ ആരാധിച്ചാൽ വിശ്വാസികൾ മൊത്തം ആരാധിക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. വിളക്കിൽ എണ്ണയുണ്ട്, മനതുകൊണ്ട് അംഗീകരിച്ചാൽ മതി. 5 പേര് പറഞ്ഞു, അച്ഛാ വിളക്കിൽ എണ്ണ അപകടമാ, പാത്രത്തിലും കൂടെ എണ്ണ കരുതിയില്ല, സമയമാകുമ്പോ ഇത് കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 10 പേര് 2ആയിട്ട് പിരിഞ്ഞെന്ന് വാക്കിയില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരാമേ പറ. 2ആയിട്ട് പിരിഞ്ഞില്ല. ഇവര് 10 പേര് ഒരു ചർച്ചിൽ തന്നെയാ. 10 പേരുടെ ജഡം ഒരു ചർച്ചിലാണെങ്കിലും മനസ്സ് 2ആയി.
ആരുടെ പേരിൽ? മതത്തിന്റെ പേരിലല്ല, ജാതിയുടെ പേരിലല്ല, വർണ്ണത്തിന്റെ പേരിലല്ല, അഭിഷേകത്തിന്റെ പേരിൽ. ഇന്ന് രാത്രി എഴുതി വെച്ചോ, കർത്താവിന്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികേട് ആത്മാവിന്റെ പേരിൽ ജനം രണ്ടാകും. കുറെ പേർക്ക് ആരാധന വേണ്ട. എന്താ ആരാധന വേണ്ടാത്തത്? പണ്ട് വീടില്ല, വണ്ടിയില്ല, ആഹാരമില്ല, നല്ല തുണിയില്ല, കേറിക്കിടക്കാൻ നല്ല കട്ടിലില്ല, അന്ന് തുള്ളിച്ചാടും. ഇന്ന് വീടുണ്ട്, മനതുണ്ടേ ആരാധിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കാല് പിടിച്ച് ഞാൻ പറയാ, മണവാളന്റെ മുമ്പിൽ ചെല്ലുമ്പോ വിവരം അറിയും. എന്നെ ഓർത്തെങ്കിലും ഒരു പാത്രാശം ഒന്ന് കൈയടിച്ചേര്. അവിടെ ചെല്ലുമ്പോൾ വിവരം അറിയും. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, ഏതോ വർഷം കത്തിയതിന്റെ വീഡിയോയും കൊണ്ട് 2025 ഇരിക്കരുത്. ഇന്ന് കത്താവോ? IPC പ്രസ്ഥാനത്തിന്റെ ട്രംപറ്റാണ് ഒഫീഷ്യൽ മാസിക, ട്രംപറ്റ്. അതിന് മുമ്പ് ഉമ്മച്ചനപ്പച്ചന്റെ ഒക്കെ കാലത്ത് ഒരു കൈയെഴുത്ത് പ്രതിയുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഓർമ്മ അതിന്റെ പേര് സത്യാന്വേഷി എന്നാ. ഉമ്മച്ചനപ്പച്ചനും KC ചെറിയാൻ സാറും അതുപോലെ സാറപ്പച്ചനും ഒക്കെ എഴുതിയ കുറേ ചരിത്രങ്ങൾ. അതിനകത്ത് ഞാൻ പല ആവർത്തി വായിച്ചതിൽ കണ്ടത്, ഒന്ന്, ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ പോയാൽ വണ്ടിക്കകത്തിരുന്ന് അഭിഷേകം പ്രാപിച്ചെന്ന്. എന്നാ ഉണങ്ങി അല്ലേ? ഗ്രൗണ്ട് യോഗം നടക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ പോയവൻ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇനിയും ഭയങ്കര നാണം ഇല്ലാത്തവർക്കേ ആരാധിക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി നാണം ഇല്ലാത്തവർക്കേ പറ്റുള്ളൂ. അല്ലാത്തവര് എങ്ങനെയെങ്കിലും ഒരു 2 അടി അടിച്ച ചെയ്യുന്ന പോകുള്ളൂ. ഗ്രൗണ്ടിൽ ആരാധന നടക്കുമ്പോ ബസ്സിൽ ഇരുന്ന് ഒരാൾ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ കത്തിയ തീ എന്നാന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. ഞാനീ പറഞ്ഞത് ന്യൂ ജനറേഷൻ ആരാധനയുടെ കാര്യമല്ല, നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച കാര്യമാ. ഓല കെട്ടിയ പെരക്കകത്ത് കുമ്പനാട് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോ പെരയുടെ മോളിൽ തീ കണ്ടിട്ട് നാട്ടുകാർ വെള്ളക്കോരി ഒഴിച്ചെന്ന്. കത്തിയത് അക്ഷരിക തീയല്ല, കത്തിയത് ആത്മാവിന്റെ തീയ. ആരെന്നാ പറഞ്ഞാലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് ആവേശമുള്ള ദൈവമക്ക് ആ കരങ്ങളെ ഒന്ന് ചേർത്ത് നിലമ്പൂരിനെ പിടിക്കാൻ വേണ്ടത് അറിവല്ല, വേണ്ടത് അഭിഷേകമാ. പോട്ടെ, ആ ഭാഗങ്ങൾ വിടുകയാ. എബ്രായ ലേഖനത്തിലേക്കുള്ള കഠിന ഓട്ടത്തിലാണ്. യേശു കർത്താവ് സാത്താന്യ പരീക്ഷണ പർവ്വതങ്ങളുടെ കൊമ്പൊടിച്ചു. 37 അത്ഭുതങ്ങൾ അല്ല, 40 താഴെ അത്ഭുതങ്ങൾ. യായിറോസിന്റെ മകളെ വീട്ടിൽ വെച്ചും വിധവയുടെ മോനെ റോട്ടിൽ വെച്ചും ലാസറിനെ കല്ലറയ്ക്കകത്തുനിന്നും കർത്താവ് ഉയർപ്പിച്ചു. ഇന്ന് രാത്രി എന്റെ മാന്യരായ ദൈവമക്കളോട് ദൂത് പറയട്ടെ, വീട്ടിൽ നഷ്ടപ്പെട്ട വീട്ടിൽ വന്ന് തിരിച്ചു തരും. റോട്ടിൽ നഷ്ടപ്പെട്ട റോട്ടിൽ വന്ന് തിരിച്ചു തരും. കൈവിട്ടു പോയത് കല്ലറയിലാണെങ്കിൽ അവിടെ വന്ന് തിരിച്ചു തരാ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഈ കൺവെൻഷൻ നോക്കി ആത്മാവിലൊരു പ്രവചനം പറയാം. 2025 നഷ്ടഭാരങ്ങളിൽ തേങ്ങുന്ന വർഷമല്ല. ദൈവം ചിലത് മടക്കി നിന്റെ കയ്യിൽ തരുന്ന വർഷമാക്കി എന്റെ ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കരമടിച്ച് മൂന്ന് കുരുടന്മാർക്ക് കാഴ്ച. യേശു കണ്ട കുരുടനും യേശുവിനെ കണ്ട കുരുടനും കൊണ്ട് കാണിച്ചു കുരുടനും. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ചേറുരുട്ടി കണ്ണിൽ പരട്ടി 4 കുന്നിനെ തഴുകി വരുന്ന ശീലോഹാങ്കുളത്തിന്റെ തണുത്ത വെള്ളം തട്ടി ഒഴിക്കുമ്പോൾ മണ്ണ് ചാടിക്കറി കണ്ണാകുന്ന ലോകം കണ്ടതാ. അതെ, ആര് വിമർശിച്ചാലും യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്.
ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഇന്നേക്ക് 40 വർഷത്തിന് മുമ്പ് വീടിന്റെ തിണ്ണയിൽ സന്ധ്യാനാമം ജപിക്കാൻ മുച്ചോട് കത്തിയ നിലവിളക്കിന്റെ മുൻപിൽ ഞാനും എൻ്റെ വല്യപ്പനും അപ്പന്റെ അപ്പനും കൂടെ ഇരുന്ന ഒരു ഗതികെട്ട രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. അതിവേഗത്തിൽ നാമം ചൊല്ലുന്നു. ദാരിദ്ര്യമുള്ള വീടാ, അടുപ്പത്ത് കഞ്ഞി വെട്ടി തിളയ്ക്കുന്നു. രാത്രി 7:30 ജോലി കഴിഞ്ഞ് എൻ്റെ അപ്പൻ മടങ്ങി വരുന്നു. വീടിന്റെ മുറ്റത്ത് വെച്ച് തിറ കൂടിയിരുന്ന ഒരു അണലി എൻ്റെ അപ്പനെ കൊത്തുകയാ. പാമ്പിന്റെ കടിയേറ്റ് എൻ്റെ അപ്പൻ നിലംപൊത്തി. നിലവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ തന്റെ മകനെ പാമ്പ് കടിച്ചതറിഞ്ഞ് കത്തിയ നിലവിളക്കെടുത്ത് എന്റെ വല്യപ്പൻ നെഞ്ചിനടിച്ചു. കൺമണി പിറകോട്ട് മലർന്നു, കണ്ണിന്റെ വെള്ളക്കരു തെളിഞ്ഞു. ഉച്ഛ്വാസം വേഗതയിലായി, സുബോധം അബോധമായി വീടിന്റെ തിണ്ണയിൽ മറിഞ്ഞു വീണു. ഇന്ന് രാത്രി എന്നെ കേട്ടോണോ? അപ്പൻ മുറ്റത്ത് കിടക്കുന്നു, വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ കിടക്കുന്നു, അടുപ്പത്ത് അരി വെട്ടിത്തിളയ്ക്കുകയാ. ഇന്ന് രാത്രി അമ്മ ദുരന്തം ഒരു കോമാളിയാണ്. എന്നാൽ നീ ആയുസോടെ ഇരിക്കുന്നത് എന്റെ തമ്പുരാന്റെ കരുണയാ. ഞാൻ സാധാരണ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് അടുപ്പത്ത് വെന്ത കഞ്ഞി ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റിയില്ല. നിലമ്പൂരിനെ നോക്കി ഞാനൊരു വാക്ക് പറയട്ടെ. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകളുടെ അകത്തുണ്ട്. അതിനെ അഴിക്കാൻ ഒരാള് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അഭിഷേകമുള്ളവരെന്ന് പ്രതികരിക്കാമോ? വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ഇരുട്ടിന്റെ മറവിൽ ചില കുടുംബങ്ങളെ ബാധിച്ച സാത്താന്യ ശാപങ്ങളുടെ അടിവേര് ഇന്ന് രാത്രി പറിക്കാം. എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ, വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU യൂണിറ്റിന്റെ അരണ്ട തണുപ്പത്ത് 5-ാമത്തെ ദിവസം എൻ്റെ വല്യപ്പന്റെ കണ്ണ് തിരുമി അടച്ചു. പാമ്പ് കടിച്ചത് എൻ്റെ അപ്പനെ. ആദ്യം മരിച്ചത് വല്യപ്പൻ. ആമെ താടി വട്ടം കെട്ടി മൂക്കിനകത്ത് പഞ്ഞു തിരികെ പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തൽ ശരീരം വെച്ചു. നാട്ടുകാരുടെ അനുശോചന പ്രവാഹം. വെട്ടിപ്പൂളിയടിക്ക് പച്ചമാവിന്റെ വിറകിന്റെ മേളിൽ ശരീരം വെച്ച് ചിതയ്ക്ക് കൊടുക്കുന്നു. ആളിക്കത്തുന്ന അഗ്നി ശരീരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി. 6 പച്ചവെട്ടിക്കത്ത് ചാരം കോരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമ വെച്ച് ബലിപ്പുര കെട്ടി പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വല്യപ്പന്റെ ചിതയിലെ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് 5 തവണ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാത്തവനായി, ഇന്നർ ഓർഗൻസ് മുഴുവൻ കേടായി, ഉച്ചം നിറക മുതൽ കാലിന്റെ അടിവെള്ളയിലെ തൊക്ക് വരെ ആപാതചൂടെ പഴുത്ത് വീങ്ങി വീർത്ത് കട്ടിന് നിറഞ്ഞൊരു രൂപമായി ആശുപത്രി എൻ്റെ അപ്പനെ 18-ാമത്തെ ദിവസം കൈയൊഴിയുകയാ. ഇന്ന് രാത്രി നിലമ്പൂരോട് ഞാനൊരു ദൂത് പറയാ. ദൈവം ഒരുത്തനെ തൊട്ടാൽ അവനെ നേരെയാക്കാൻ ദൈവത്തിനല്ലാതെ ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് ആരാധിക്കാമെങ്കിൽ ആമേ ദൈവം ഒരുത്തനെ തൊട്ടാൽ. എൻ്റെ അപ്പനെ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ദൂതിലേക്ക് വരാനുള്ള തത്രപ്പാടില്ല ഞാൻ ഓടുന്നത്. എല്ലാവരും കൈവിടും. 9 യൂണിറ്റ് അരി കൊണ്ട് 5 പേര് ഒരു മാസം ജീവിക്കേണ്ട ഗതികളിലേക്ക് എൻ്റെ വീട് മൂക്കിടിച്ച് വീണു. ഉത്തരവും കഴുക്കോലും മോന്തായത്തിന് ഞങ്ങൾ വില പറഞ്ഞു. വെട്ടുകല്ല് പൊട്ടാതെ ഞങ്ങൾ അടർത്തി വിറ്റു. തറപ്പാട്ടിലെ സ്വർണ്ണ നിറമുള്ള ആറ്റുമണ്ണ് കൊട്ടയ്ക്കകത്ത് കോരി വിറ്റു. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ, ജീവിക്കാൻ മാർഗമില്ലാതെ, മക്കളുടെ വിശപ്പ് കണ്ട് സഹിക്കാതെ 6 തവണയാണ് എൻ്റെ അപ്പനും അമ്മയും കൂടെ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. പക്ഷേ ആത്മഹത്യ പരാജയം. ദൈവം കണ്ടവൻ ഇടിച്ച് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. നല്ലൊരു ആമേൻ പറയാവോ? ഹല്ലേലൂയ. പന്തലിട്ട് ഫാന്റെ കാറ്റ് കൊണ്ട് ആടാനും പാടാനും അല്ല യോഗ. പിശാചം മരണം വിധിച്ച ചിലതിന് ഈ ദേശത്ത് തമ്പുരാൻ തൊടാൻ പോകയാ. ആമേ എഴുതി വെച്ചോ. 2025 ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വീടുകള് എന്റെ ദൈവം തൊടാൻ പോകയാണ്. വിശ്വസിക്കുന്നവർ somebody shout. ഹല്ലേലൂയ. വിശദീകരിക്കാൻ നേരമില്ല. 200 രൂപയുള്ളൊരു പ്ലാസ്റ്റിക്കിന്റെ കസാരയിൽ കണ്ടത്തിനകത്തൂടെ എൻ്റെ അപ്പനെ ചുമന്നുകൊണ്ട് പോയി 2 ദൈവമക്കൾ. അന്ന് രാത്രി എൻ്റെ അപ്പനെ യേശു തൊട്ടു. ഇന്ന് എൻ്റെ അപ്പന് 73 വയസ്സുണ്ട്. IPCയിലെ പാസ്റ്ററാണ്. എൻ്റെ അമ്മേനെ സ്കൂട്ടറിന് പുറകെ വെച്ച് 65 കിലോമീറ്റർ ഓടിച്ചാണ് എല്ലാ ആഴ്ചയിലും ശിശുവിടേക്ക് പോണത്. എന്നേക്കാൾ ആരോഗ്യം. യോഗത്തിന് വന്നാൽ ചത്തുകുത്തിയിരിക്കുകയില്ല. പനി പിടിച്ച കോഴിക്കുഞ്ഞിനെ പോലെ യോഗത്തിരിക്കുകയില്ല. എന്റെ അപ്പൻ എഴുന്നേറ്റ് ചാടും ഇപ്പോഴും. ഒരു വാക്കും കൂടെ പറഞ്ഞേക്കാം. അത് പറഞ്ഞില്ലേ എൻ്റെ ആ വെപ്രാളം മാറുകയില്ല. IPC നോർത്ത്. ഞാൻ ഈ ഇടയ്ക്ക് IPC എന്നുള്ള വാക്ക് പറയുന്നത് കുടുംബമായിട്ട് അവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. ക്ഷമിച്ചേക്കണേ. ദേഷ്യം വരുന്നുണ്ടോ? IPC നോർത്ത് ആൻഡ് സൗത്ത് ഡിസ്ട്രിക്റ്റിന് 38 സഭകൾ ഉണ്ടായിരുന്ന സമയത്ത് കോട്ടയത്ത്
കൺവെൻഷൻ എല്ലാം നടക്കുന്ന തിരുനക്കര മൈതാനത്താണ്. എന്തൊരു കാലമായിരുന്നു. TP വർഗീസ് അപ്പച്ചനും നിധിയിരിക്കലെ അപ്പച്ചനും PM ഫിലിപ്പ് സാറ് PJ ജോസഫ് സാറ് അപ്പച്ചൻ നല്ല തെറവുള്ള അഭിഷിക്തന്മാർ ഒരു 5-6 ജോയ് പാറക്കൽ പാസിനൊക്കെ അറിയാവുന്ന 5-6 പാസ്റ്റർമാർ സ്റ്റേജിൽ ഇരിക്കുന്ന കണ്ടാൽ തന്നെ സ്വർഗം ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നുമായിരുന്നു. എന്തൊരു അന്ന് 7 ദിവസമാണ് കൺവെൻഷൻ. ഇന്ന് കൺവെൻഷൻ എത്ര ദിവസം വേണമെന്ന് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. 3.5 ദിവസം, 3.25 ദിവസം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ സാധാരണ കുമ്മിട്ടി എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ മര്യാദയ്ക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അന്ന് 7 ദിവസമാണ് കൺവെൻഷൻ. ആര് വന്നാലും 1-ാം ദിവസം മാനസാന്തരം, 2-ാം ദിവസം സ്നാനം, 3-ാം ദിവസം അഭിഷേകം, 4-ാം ദിവസം വേർപാട്, 5-ാം ദിവസം കൂട്ടായ്മ, 6-ാം ദിവസം പ്രാർത്ഥന, 7-ാം ദിവസം യേശുവിന്റെ മടങ്ങി വരവ്. ഒരുത്തൻ കൺവെൻഷൻ പന്തലിൽ നിന്ന് ചർച്ചയിൽ കയറിയാൽ അറിയേണ്ടതല്ല, അറിഞ്ഞ അകത്ത് കയറുന്നത്. നിങ്ങൾ കേട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഉപദേശത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ടാണ് അന്ന് 7 ദിവസം കൺവെൻഷൻ നടക്കുമ്പോൾ തിരുനക്കര മൈതാനത്തെ കൺവെൻഷന്റെ പന്തൽ കാവൽക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. ദൈവമക്കളിരുന്ന് കസേരയും ബോക്സും രാത്രി ഉറക്കളച്ച് സംരക്ഷിക്കുന്ന എൻ്റെ അപ്പൻ വളരെ ദാരിദ്ര്യത്തിലാണെന്ന് പാസ്റ്റർമാർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ദൈവദാസന്മാരെ, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഒരു രാത്രി പന്തൽ സൂക്ഷിക്കുന്നതിന് എൻ്റെ അപ്പന് കൊടുക്കുന്ന ശമ്പളം 20 രൂപ. ഞാൻ പറയുന്നത് ഒത്തിരി വർഷത്തിന് മുമ്പത്തെ കാര്യം കേട്ടോ. ആരാടാ 20 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് എഴുതേക്കരുത്. ഹല്ലേലൂയ. 7 ദിവസം കൺവെൻഷൻ കഴിയുമ്പോൾ 7-2 14 140 രൂപ. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന KC ചെറിയാച്ചൻ സാറ് എൻ്റെ അപ്പനൊരു 50 രൂപ കൊടുക്കും. 140 50 നിങ്ങൾ കണക്കിന് വളരെ പുറകോട്ടാകട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കണം. 190 രൂപ, 10 രൂപ പന്തലിൽ കിടന്ന് കിട്ടും. അതെങ്ങനെയാണെന്നറിയോ? അന്നത്തെ പെന്തിക്കോസുകാർ ചാടി ആരാധിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് പൈസയും ചാടുമായിരുന്നു. ഇന്നത്തെ ലവന്മാർ എത്ര ചാടിയാലും പോക്കറ്റ് ഞെക്കിക്കൊണ്ടേ ചാടുള്ളൂ. ആത്മാവിറങ്ങിയാലും കാശ് പോകരുത്. ഹല്ലേലൂയ. 200 രൂപയ്ക്ക് പന്തൽ. എന്നാ അഭിമാനമാവാസ എന്റെ മുഖത്ത്. 200 രൂപയ്ക്ക് പന്തൽ കാത്തൊരു അപ്പന്റെ മോനാ ഞാൻ. പക്ഷെ ദൈവത്തിന്റെ നീതി കേൾക്കണോ? അതേ തിരുനക്കര മൈതാനത്ത് എത്രയോ തവണ യേശുവിനെ പ്രസംഗിക്കാൻ ഒന്ന് നല്ല പോലെ ഒന്ന് അന്യഭാഷ പറഞ്ഞ് ഞാൻ ഒരു വാക്ക് പറഞ്ഞ ഭാഗം വിടാം. അബ്രഹാം ദൈവത്തിന് വേണ്ടി യൂഫ്രട്ടീസ് നദി കടന്നു. ദൈവത്തിന് വേണ്ടി ഒരു അപ്പൻ നദി കടന്നപ്പോൾ തലമുറയ്ക്ക് വേണ്ടി ദൈവം കടല് വറ്റിച്ചു കൊടുത്തെന്ന്. പിതാക്കന്മാര്, നിങ്ങളൊരു നദിയെ നേരിട്ടാൽ തലമുറയുടെ മുൻപിൽ വരുന്ന കടലിനെ വറ്റിച്ചു കൊടുക്കാൻ വിട്ടേര്. യേശു കർത്താവിന്റെ 40ഓളം അല്ല 37ഓളം അത്ഭുതങ്ങൾ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയാണ്. 1-ാം അധ്യായത്തിൽ സംഘം, 2-ാം അധ്യായത്തിൽ സഭ. എനിക്കിതൊക്കെ വവ്വാൽ അരയാൽ മരത്തെ തൂങ്ങുന്ന പോലെ ആ ദൂതലൊക്കെ തൂങ്ങാൻ അറിയാം. നേരം പോയതുകൊണ്ട് ഞാൻ ജോയ് പാറക്കൽ പാസ്റ്റർ ചെവി ചോദിച്ച അച്ഛാ എപ്പോഴാണ് നിർത്തണമെന്ന് എന്നോട് പറഞ്ഞു 9 ആകുമ്പോൾ. പിന്നെ ഞാനിങ്ങനെ ചെവി വെച്ചുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൂടെ മുമ്പോട്ട് പോയാലും കുഴപ്പമില്ലെന്ന് പറയാം. നേരെ പറയാം 2 മിനിറ്റ് മുമ്പേ നിർത്തിയാലും കുഴപ്പമില്ലെന്ന്. എന്നെ സാധനം വന്നാലോചിച്ചു. എനിവേ, ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിൽ അവർ സംഘം. യേശുവിന്റെ അമ്മ പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ് അച്ചച്ചന്മാരും യേശുവിന്റെ അമ്മയും സംഘത്തില. ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 1-ാം അധ്യായത്തിൽ സംഘം, 2-ാം അധ്യായത്തിൽ സഭ. 2-ാം അധ്യായത്തിൽ സംഘം എങ്ങനെയാ സഭയായത്? ബോർഡ് വെച്ചോ? ബോർഡ് വെച്ച സംഘം സഭയാവുമോ? ഇല്ല. ആത്മാവ് ഇറങ്ങുമ്പോഴാണ് സംഘം സഭയാകുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ഏതെങ്കിലും സഭയെ കൂടിക്കോ, പക്ഷെ ആരാധനയില്ലാത്ത സഭയാണ്. ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോണോ, കാര്യം നിത്യത പോകാൻ പറ്റുകയില്ല. അപ്പൊ നിങ്ങൾ പറയോ അയാൾ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഇളക്കാനാണോ വന്ന? അതെ, ആരാധിക്കാത്ത നിന്റെ സഭയിൽ ആള് വേണ്ട. അവരെ ചതിക്കല്ലേ അത്. ഹല്ലേലൂയ. പോട്ടെ. 2-ാം അധ്യായത്തിലെ സഭ. എനിക്ക് 3-ാം അധ്യായം ഇഷ്ടമാണ്. സഭയിൽ വെളിപ്പെട്ട ആത്മസാന്നിധ്യം 3-ാം അധ്യായത്തിൽ റോട്ടി വെളിപ്പെടുക. ജോസ്റ്റ, നമുക്കൊക്കെ അത്ഭുതം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ യേശുദാസ് കോഡ്സ് പിടിക്കണം. E മൈനറോ G മൈനറോ അല്ലെ അതോ ഇതോ ഒക്കെ പിടിച്ചൊന്ന് ഞെക്കിത്തരണം. അന്നേരം ആണ്ട കിടുതാ പഠിക്കുന്നവൻ വന്നേച്ച് ആ കിലുക്കത്തട്ട് ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ആ വിടുതലിന്റെ ആ സാധനം ഇങ്ങനെ കയറി വരുന്നത്. പത്രോസിന് റോട്ടി കോഡ്സ് പിടിക്കാൻ ആരുമില്ല, പക്ഷെ അത്ഭുതം ചെയ്യാൻ പരിശുദ്ധാത്മാവുണ്ട്.
എന്നാ ഇതിന്റെ അർത്ഥം ഞാൻ ഇതിനൊന്നും എതിരല്ല. എൻ്റെ പൊന്നച്ചോ, എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് ആരാധനയെ ഇഷ്ടം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായവര് ആമേ, പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തോണം കേട്ടോ, ഞാൻ എതിര് പറഞ്ഞതല്ല. ഹല്ലേലൂയ. ആമേ, പോട്ടെ, നല്ലൊരു ആമേൻ പറയാവോ? ആമേൻ. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി മുൻപോട്ട് പോകും. 4 പേരുടെ ചരിത്രമാണ്. 1 ഒരു പത്രോസിന്റെ, 2 ആമേ കല്ലേറ് കൊള്ളുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്തേഫാനോസ്, 3 പരിശുദ്ധാത്മാവിന്റെ ഒക്കത്ത് കയറി സഞ്ചരിച്ച ഫിലിപ്പോസ്, 4 പൗലൂസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ. ഞാൻ നേരെ പോകുന്നു എബ്രായ ലേഖനത്തിലേക്ക്. നിങ്ങൾ എത്ര പേരിനോട് കൂടെ ഉണ്ട്? ആമേ, ഇനി ഒരു 20 മിനിറ്റോ 18 മിനിറ്റോ എണ്ണുണ്ട്. അത്രയും സമയം കൊണ്ട് ഞാൻ ഈ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ആമേ, ചിലരൊക്കെ കണ്ണടച്ചിരിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അകപ്പെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവരല്ലെങ്കിൽ കണ്ണു തുറന്നിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്തൃമേശ പാത്രത്തിൽ സ്തോത്ര കാഴ്ചയിടുന്ന സൈസ് ഉറക്കമാണ് നമ്മുടെ ആളുകൾ ഉറങ്ങുന്നത്. അത് അപകടമാണ്. കഴിയുമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ആമേ, ഈ എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള ആമേ പ്രൗഢഗംഭീരമായ 14 ലേഖനങ്ങൾ വിശദീകരിക്കാതെ ഞാൻ പൗലൂസിനെ കുറിച്ച് 4 കൂട്ടം കാര്യം പറയാം. പൗലൂസ് എഴുതിയ ലേഖനങ്ങളിലെ 4 കൂട്ടം കാര്യം പറയാം. ഈ ദൂതിൽ വന്ന് തൊട്ട് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ രാമേൻ പറഞ്ഞാട്ടെ. പൗലൂസിനെ കുറിച്ച്, ദൈവദാസന്മാരെ, പൗലൂസിനെ കുറിച്ച് ഒരു 4 കൂട്ടം കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഈ മനുഷ്യനെ എവിടെയെങ്കിലും പൂട്ടിയിട്ടാൽ ഇറങ്ങി വരുമ്പോ കയ്യിലൊരു ലേഖനം കാണും, തുറന്നു വിട്ടാൽ ചെല്ലുന്നിടത്ത് ഒരു സഭ കാണും. ഇവരെന്ന് സ്തോത്രം പറയും. ഓടെ തമ്പുരാനറിയും. പൂട്ടിയിട്ടാൽ ലേഖനം, തുറന്നു വിട്ടാൽ സഭ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂട്ടിയാലും തുറന്നാലും ഈ മനുഷ്യൻ അപകടകാരിയാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സാത്താന്യ ചങ്ങലകൾക്ക് ബന്ധിക്കാൻ കഴിയാത്ത ഒരഭിഷേകം. കേരളത്തിൽ ഇന്ത്യയിൽ സാത്താന്യ മണ്ഡലം പിടിമുറുക്കുകയാ. പക്ഷേ കാരാഗ്രഹങ്ങളെ ആരാധനാലയമാക്കുന്ന ഒരു തലമുറ എനിക്കിന്നും അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ആ കാരാഗ്രഹത്തിന്റെ പരിക്കണ്ടറയിൽ ചുട്ടുനിറ്റുന്ന അടിയുടെ തീവ്രാധിക്യത്തിൽ വേദനകളുടെ നാൽക്കവലയിൽ ഇരുന്നുകൊണ്ട് ആ മനുഷ്യൻ എഴുതിയതാണ്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നു, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നു, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ് ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന എല്ലാ നാമത്തിനും ഇന്ന് രാത്രി പൂട്ടിയാലും അഭിഷേകം ചലിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരും. ഞാൻ അവക്കൊന്നുകൂടെ പറയട്ടെ. പൂട്ടിയിട്ടാൽ ലേഖനം, ഒന്ന് സഹായിക്കേ. തുറന്നു വിട്ടാൽ സഭ. പൂട്ടിയാലും തുറന്നാലും അപകടകാരിയ. എനിക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാൻ പേടിയാ പാസ്റ്ററെ. ഈ ജയിലിൽ നിന്നൊക്കെ പറഞ്ഞ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. നമ്മൾ ചുമ്മാ ഈ വിടുക പറഞ്ഞേച്ച് നാളെ ഇതെങ്ങനെ നേരെ. ഞാൻ പേടിക്കുന്നു, അല്ലാതെ പേടിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയൊക്കെ പ്രസംഗിക്കാൻ പറയാറുണ്ട് പാസ്റ്ററെ, കമ്പിയുടെ ഇടയ്ക്ക് കൂടെ ഇട്ട് സെൽഫി എടുക്കുമെന്നൊക്കെ. ഈ പേടിയായിപ്പം. അത് സാധാരണ പേടിയാന്നല്ല, വേണ്ടാത്തത് പറയാൻ പേടിയാ. ഇതുപോലെ തുറന്നു കൊണ്ട് വെച്ചിട്ട് ആരാധിക്കുന്നില്ല. പിന്നെ അതിന് കാരാഗ്രഹത്തിൽ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഞങ്ങളുടെ സഭയെ വന്ന് പ്രസംഗിച്ചു. ഗർഭപാത്രത്തിൽ കിടന്ന് യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആളുകളെ ഓഡിറ്റോറിയത്തിൽ ഇരുത്തിയാൽ ഒരു ഗുണമില്ലെന്ന് പറഞ്ഞു. ഇടയില്ലാത്ത ഗർഭപാത്രത്തിൽ കിടന്ന് എല്ലാവരും തുള്ളി. ഇവിടെ 4000 സ്ക്വയർ ഫീറ്റുള്ള ഓഡിറ്റോറിയത്തിൽ കൊണ്ടിരുത്തിയേച്ച് പീസായിലെ ചെരിഞ്ഞ കോവിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നേച്ച്. ചിലരുടെ ഇരിപ്പ് കണ്ട കർത്തൃമേശയും കൂടെ നുള്ളി നമ്മൾ അവരുടെ വായിലോട്ടൊന്ന് വെച്ചു കൊടുത്താൽ സന്തോഷമൊന്നും. അയ്യോ എൻ്റെ കർത്താവേ, ഞാനിത് ഈ മുണ്ടക്കയത്തുള്ള കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ അല്ല. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് വരട്ടെ. പൂട്ടിയിട്ടാൽ ലേഖനം ആ ലേഖനമൊക്കെ എന്തോ പോട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യൻ ദൈവരാജ്യ നിമിത്തം കൊട്ടയ്ക്കകത്ത് ഒതുങ്ങുകയും ചെയ്യും, ഏഷ്യ മൈനറിൽ നിറയുകയും ചെയ്യും. അതിനൊക്കെ കടം മേടിച്ചെങ്കിലും ഒരു ആമയം പറയേണ്ടതല്ലേ. അഭിഷേക നിമിത്തം ചില സമയത്ത് ഒതുങ്ങേണ്ടി വരും. ഒതുങ്ങുന്നിടത്ത് അവൻ നിറയുകയും ചെയ്യും.
ഞാൻ എൻ്റെ ദൈവദാസന്മാരുടെ ഒരു പ്രവചനം പറയാം. എവിടെയാണോ നിന്നെ ഒതുക്കിയത് അവിടെ അഭിഷേകം നിന്നെ നിറയ്ക്കാൻ പോകുകയാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ആത്മീക ഉണർവിന് വേണ്ടി ഞാനൊരു വാക്ക് പറയാം. വെള്ളിയാഴ്ച യേശുവിനെ കല്ലറ വെച്ചപ്പോ ഒരു ശീല കൊണ്ട് ചുറ്റിയച്ചു എന്നാൽ ഞായറാഴ്ച രാവിലെ യേശുവിനെ ചുറ്റിയ തുണി യേശു ചുരുട്ടി വെച്ചു പോയെന്ന്. ഇന്ന് രാത്രി ആരാധിക്കാമെങ്കിൽ നിന്നെ ഒതുക്കിയതിന് നീ ഒതുക്കുന്ന ഒരു സീസൺ വരികയാ. പോട്ടെ, വേഗം മുൻപോട്ട് പോകാം. ആമേൻ. രണ്ടാമത്തെ കാര്യം, കോട്ടയിൽ ഒതുങ്ങും. നിങ്ങളൊന്ന് സഹായിച്ചിരുന്നാൽ നല്ലതായിരുന്നു. ഏഷ്യാമാനിൽ നിറയും. മൂന്നാമത്തെ കാര്യം പറയാം. ഈ മനുഷ്യൻ ഒരു സഭക്കാരോട് പറയാ, നിങ്ങളുടെ അടുത്ത് വരാൻ ഞാൻ 3 times 3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ലെന്ന്. പറ്റിയില്ല. ഞാൻ ആ ഭാഗം വായിച്ചു നോക്കിയപ്പോൾ ഈ പൗലോസ് ഇരിക്കുന്ന സ്ഥലവും ആ ചർച്ച തമ്മിൽ 33 കിലോമീറ്ററേ ഉള്ളൂ. 33 കിലോമീറ്ററേ ഉള്ളൂ. എന്നിട്ട് പൗലോസ് അടുത്ത വാക്യത്തിൽ എഴുതുക, ഞാൻ 3-ാം സ്വർഗം വരെ ഒന്ന് പോയേച്ചു വന്നെന്ന്. ഇതൊക്കെ ആരോട് പറയാൻ? ഇത് പറയുന്ന എന്നെ. ജഡത്തിൽ 33 കിലോമീറ്റർ വയ്യ, ആത്മാവിൽ 3 ലക്ഷം കോടി കിലോമീറ്റർ ഈ മനുഷ്യൻ ചലിക്കും. സ്പിരിറ്റിൽ ചലിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ. നാലാമത്തെ കാര്യം പറയാം. മെലീത്തയിൽ വെച്ച് പാമ്പ് കടിച്ചു. നിലമ്പൂരുള്ള ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് പൗലോസ് പറയാ, അച്ഛാ എന്നെ പാമ്പ് കടിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചാൽ അന്നേരം വെട്ടിപൊട്ടുന്ന പോലെ 4 അന്യഭാഷയും തോന്നും. എന്റെ ദാസനെ, 4 തലമുറകളായി നിന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ചില നാഗശക്തികൾ, എഴഞ്ഞു വരുന്നത്, ചീറ്റി കൊത്താൻ വരുന്നത്, പടം പൊഴിക്കുന്ന വ്യാപാരങ്ങൾ. ഇത് മതി നമുക്ക് കസേര കയറാൻ. പൗലോസ് പറഞ്ഞു കേൾക്കണം, എന്നെ കടിച്ച പാമ്പ് നാഗശക്തിയുടെ പോരാട്ടമല്ല, പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാണ്. ഹല്ലേലൂയ. പോരാട്ടങ്ങളെ പദ്ധതികളാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. സമ്പടി വായി തുറക്ക്. പ്രതിസന്ധികളെ വാതിലാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ. പെട്ടെന്ന് മുൻപോട്ട് പോകുക. പൗലോസിനെ കുറിച്ച് 4 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞു. ഇനി പൗലോസ് എഴുതിയ എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖനങ്ങൾ കൊപ്രാചാക്കിലിട്ടാട്ടി തെളിയൂറ്റിയെടുക്കുന്നത് പോലെ നാം 14 ലേഖനങ്ങൾ ഊറ്റിയെടുത്താൽ പൗലോസ് എഴുതുന്ന 4 കൂട്ടം കാര്യമാണ്. 4 കൂട്ടം കാര്യമില്ല. 1, യേശുവിന്റെ മടങ്ങി വരവ്. 2, യേശുവിന്റെ ക്രൂശ്. 3, യേശു ആര്. 4, എന്താണ് സഭ. ഒന്നുകൂടെ പറയാം. 1, യേശു മടങ്ങി വരും. കർത്താവിന്റെ ഗംഭീരതാവത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ. ഓ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയെ. മരണ വീട്ടിലെ പാട്ടാണ്, ആലോചിച്ചിട്ട് പാടിയാ മതി. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ആ ഭാഗം വിടുന്നു. എബ്രായ ലേഖനം. പൗലോസ് എബ്രായ ലേഖനത്തിൽ പേരെഴുതിയില്ല. പേടിച്ചിട്ടല്ല. കാര്യം പൗലോസ് എനിക്ക് തോന്നുന്നു ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ല. ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, തെർത്തോസ് എഴുതി കെങ്കരയിലെ സഭയിലെ ശിശുക്കാരിയായ ഫേബയുടെ ലേഖനം കൊടുത്തു വിടുന്നു, സ്വോത്രാച്ച അവളുടെ കൊടുത്ത് ഇങ്ങോട്ട് വിടണം. ഇത്ര ക്ലിയർ ആയിട്ട് ആര് സംസാരിക്കും? നിങ്ങളെ വാക്ക് കേട്ടത്. ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിരിക്കുമ്പോൾ നമ്മൾക്ക് പൊതുവെ എന്തെങ്കിലും കഴിക്കുവാന്ന് മറ്റുള്ളവരോട് പറയാൻ പേടിയാ. വായിക്കകത്ത് ലഡു കിടക്കുമ്പോഴും ചെല്ലുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. ആരോടാന്ന് ഈ നോണ കഴിക്കുവാന്ന് പറയാനുള്ള ധൈര്യം കാണിക്കും. പിന്നല്ലാതെ ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിരിക്കുമ്പോ ഉണ്ടോ പൗലോസിന്റെ ഇനി അദ്ദേഹത്തിന്റെ ഭാഷ, രാജശ്രീ ഫെസ്തോസേ വിളി കേട്ടോ, അഗ്രിപ്പ രാജാവേ. ഇനി ആയുധം കൊണ്ട് നിൽക്കുന്ന റോമക്കാരൻ പട്ടാളക്കാരോട് എടാ വിസ്താരം കൂടാതെ എന്നെ അടിക്കാൻ നിന്നോട് നിന്ന് പൊരുതുന്നൊരു സാധനം. ആ മനുഷ്യന് പേടി ഉണ്ടെന്ന് ആരോട് പറയാനാ? നമ്മളെ ആരെങ്കിലും തല്ലി ചത്തന്നോർത്ത് ചണ്ടിക്കൂമ്പാരത്ത് ഇട്ട് അവിടുന്ന് പൊക്കിയെടുത്ത അറ്റ്ലീസ്റ്റ് ബോഡി ചെക്കപ്പിനെങ്കിലും പോകണ്ടേ?
ഈ പുള്ളി പറയാം അടുത്ത പട്ടണത്തിൽ പോയി പിന്നെ യേശുവിനെ പ്രസംഗിച്ചെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബോഡിയുടെ പുറകെ നിയോഗമല്ല, നിയോഗത്തിന്റെ പുറകെ ശരീരം വരുമെന്ന് ആ മനുഷ്യനറിയാം. ഒരു നല്ല ആമയും പറഞ്ഞാട്ടെ. പിന്നെ ദേഹത്ത് വിഷം കയറി മെലീത്തയിലെ പാമ്പ് ആരെയൊക്കെ കടിച്ചിട്ടുണ്ടോ അവരെല്ലാം ചത്തിട്ടുണ്ട്. ആ അഹങ്കാരത്തിലാ വിഷം അങ്ങോട്ട് ചെന്നത്. പക്ഷെ പൗലൂസിന്റെ സിരാധമനി കയറിയപ്പോ വിഷത്തിന് മനസ്സിലായി ഇതിലേക്കൂടെ ഓടാൻ പറ്റുകയില്ലെന്ന്. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, സാധാരണ പാമ്പ് കടിയേറ്റവർ ജാകോ, കടിച്ച പാമ്പ് ജാകുന്നത് മെലീത്തയിലാ. അഭിഷേകം ഉള്ളവരെതിരെ പിശാച് പോരാടിയാൽ അത് നിന്റെ തകർച്ചയല്ല, അത് അവന്റെ തകർച്ചയാ. എന്താണ് എബ്രായ ലേഖനം? വിശദീകരിക്കാൻ എനിക്ക് ആവേശമുണ്ട്, സമയക്കുറവാണ്. യേശുവിന്റെ ശ്രേഷ്ഠത, യേശു ദൂതന്മാരെക്കാൾ, അബിയാക്കൂറിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതന്മാരെക്കാൾ, യേശുവിന്റെ ക്രൂശിലെ യാഗപീഠം അവരുടെ യാഗപീഠത്തെക്കാൾ വിസ്തരിച്ച് പ്രസംഗിക്കണോ? നേരമില്ല. ഒരു കാര്യം പറഞ്ഞ് ദൂതന്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഒരു കാര്യം, യേശു ദൂതന്മാരെക്കാൾ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് സമയം എന്തായെന്ന. ഹല്ലേലൂയ, ആമേൻ. യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ബൈബിളിൽ 104 ഏഞ്ചലിക് എൻകൗണ്ടറുകളുണ്ട്, ദൂതന്മാരുടെ വിസിറ്റേഷൻസ് 104 ഉണ്ട്. അതെല്ലാം സൂപ്പർ നാച്ചുറൽ റലങ്ങളാണ്. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. രാജ്യം ഭീഷണിപ്പെടുത്തിയ ഏലിയാവിനെ ബലപ്പെടുത്താൻ ഒരു ദൂതൻ വന്ന് വിലാപ്പുറത്തൊന്ന് തൊട്ടതേ ഉള്ളൂ, ആ മനുഷ്യൻ ചാർജായി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തിന്റെ ഭീഷണിയെ അതിജീവിക്കാൻ ഒരു ദൂതന്റെ എൻകൗണ്ടർ, ദൂതുമായിട്ട് വരുന്നൊരു ദൂതന്റെ എൻകൗണ്ടറിന് പവറുണ്ട്. ഹല്ലേലൂയ. അയൽവക്കത്തെ വീട്ടുകാർ കണ്ണു വീഴ്ചന്റെ പേരിൽ ഇനി ട്രാക്ട് കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചവരും ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ദൂതന്മാരുണ്ട് സ്വർഗത്തിൽ ഇറങ്ങാൻ. ആ ഭാഗം വിടുകയാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിലെ, നിങ്ങൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ഭാഗത്തിലേക്ക് ഓടി വരാം. 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ കുളക്കരയിൽ കിടക്കുകയാണ്. എന്റെ ഉള്ളിലെ ചിന്ത, തിങ്കളാഴ്ച ചൊവ്വാഴ്ച എല്ലാം ദൂതൻ കുളം കലക്കുമെന്ന. പക്ഷേ കുറെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി, ഒരു വർഷമാകെ 3 പ്രാവശ്യം കുളം കലങ്ങുള്ളൂ. അങ്ങനെയാണെങ്കിൽ 38 വർഷം കൊണ്ട് 114 പ്രാവശ്യം കുളം കലങ്ങി. പക്ഷെ അവന്റെ ഗതികേട് മാറിയില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് മുൻപോട്ട് പോട്ടെ. ദൂതൻ 114 പ്രാവശ്യം ഇറങ്ങിയിട്ട് നടക്കാത്തത് പുത്രൻ ഒരൊറ്റ പ്രാവശ്യം ഇറങ്ങിയപ്പം നടന്നെന്ന്. ആരോടോ ദൈവാത്മ പറയുകയാ, നിന്റെ ജീവിതത്തിൽ പെൻഡിങ്ങിൽ നിൽക്കുന്ന ചില വിഷയത്തെ യേശു നേരിട്ട് തൊടാൻ പോകുകയാ. ആ കരമൊന്ന് തട്ടി. പെൻഡിങ്ങിൽ നിൽക്കുന്ന, കാലതാമസം വരുന്ന ചില, ഇനി ഞാൻ ഈ വാക്യത്തിലേക്ക് വരിക. എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ആവേശമുള്ള ഒരു ഭാഗമാണ് വായിച്ചത്. ഈ 13-ാം അധ്യായത്തിൽ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 13-ാമത്തെ അധ്യായത്തിൽ എന്നിലെ ദൈവമനുഷ്യനെ വല്ലാതെ പിടിച്ചുലച്ച ചില ഭാഗങ്ങളിലേക്ക് ഒന്ന് കയറുകയാണ്. ഒന്ന്, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ രക്തം മരത്തേന്ന് വെട്ടിയെടുത്തതല്ല, ആ രക്തം ATM കാർഡ് ഇട്ടെടുത്തതല്ല, ആ രക്തം ഇന്റർനെറ്റിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തതല്ല. ആ രക്തം ഒരാടിന്റെ, ഒരു മൃഗത്തിന്റെ ശരീരത്തിലെ ചോരയാണ്. പുരോഹിതന്റെ കിണ്ണത്തിലിരിക്കുന്ന ചോരയ്ക്ക് ഒരു മുറിവിന്റെ ചരിത്രം പറയാനുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? പുരോഹിതന്റെ കിണ്ണത്തിലിരിക്കുന്ന ചോര വെറുതെ കിണ്ണത്തിൽ വന്നതല്ല, ആ ഒരാടിന്റെ കഴുത്ത് മുറിഞ്ഞതാണ്. എന്നിട്ട് അടുത്ത വാക്ക് പൗലോസ് പറയുന്നു, ചോര അകത്തോട്ട് പോകുമ്പോൾ ആ ചോര ഒഴുകിയ ഉടല് തീക്കകത്ത് കിടന്ന് വേകുകയാ. അതെവിടെ? ജനറൽ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടിലല്ല, മറിച്ച് പാളയത്തിന് പുറത്ത്. എന്റെ അകത്ത് വല്ലാത്ത ആത്മാവിന്റെ ചലനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. റിയലി ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ആ ചോര അകത്തോട്ട് പോകുമ്പോ ആ ബോഡി, ആ ശരീരം, ആ ഉടല് പുറത്ത് തീക്കത്ത് കത്തുകയാണ്.
ആ കരിയുന്ന ഉടലിനെ കാണിച്ചിട്ട് നിലമ്പൂരിലെ ഒരു ജനറേഷനോട് പൗലോസ് പറയുക, അങ്ങനെ യേശുവിന്റെ ചോര വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അവന്റെ ഉടല് പാളയത്തിന് പുറത്ത് ദൈവക്രോധത്തിന്റെ തീക്കകത്ത് കിടക്കുകയാ. ഇന്ന് രാത്രി കസേര വന്നിരിക്കുന്ന സകല ആളുകളും അറിഞ്ഞോണം, അവൻ നീ അനുഭവിക്കുന്ന രക്ഷ പണം കൊടുത്ത് വാങ്ങിയതല്ലടോ, കുടുംബ മഹിമ കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് അവന്റെ ശരീരം കരിഞ്ഞപ്പോൾ അവന്റെ ദേഹം അതിന്റെ അർത്ഥം എന്നറിയാമോ? നമ്മുടെ ചിരിക്ക് അവന്റെ കരച്ചിലിന്റെ ഗന്ധമുണ്ടെന്ന്, നമ്മുടെ ആനന്ദത്തിന് അവന്റെ നിലവിളിയുടെ മണമുണ്ടെന്ന്, നമ്മുടെ സൗഖ്യത്തിന് അവന്റെ രോഗത്തിന്റെ ഗന്ധമുണ്ടെന്ന്, നമ്മുടെ വിടുതലിന് അവന്റെ വേദനയുടെ ഗന്ധമുണ്ട്. ക്രൂശ് ഒരു തമാശയല്ല, ഇത് കളിക്കാനുള്ള ഒരു കളിക്കളവല്ല. ആ ഉടല് തീക്കകത്ത് കിടക്കുക, ആ ഉടല് തീക്കകത്ത് കിടക്കുക. ആ ചോരയിൽ വീണ്ടെടുപ്പ്, ആ ഉടല് യാതനയിലേക്ക്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ പ്രസംഗിക്കുന്ന ഒരു വാക്കുണ്ട്, ബൈബിളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മിറക്കിള് ദൈവം മനുഷ്യനായി എന്നുള്ളതാ. വിശക്കുന്ന ക്ഷീണിക്കുന്ന ഒരു മനുഷ്യന്റെ ബോഡി ദൈവം എടുത്ത്, നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാപ്പാ ഇത്ര വലിയ ത്യാഗം? കർത്താവ് സന്തോഷത്തോടെ പറഞ്ഞൊരു വാക്ക് കേൾക്കണോ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശു മറിയയുടെ ഉദരം കടമെടുത്തത് ഇവിടെ പ്രസ്ഥാനം ഉണ്ടാക്കാനല്ല, മറിച്ച് നിനക്ക് വേണ്ടിയാ. മക്കൾ ജഡരക്തങ്ങളോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അത് കൺക്ലൂഡ് ചെയ്യാം. ഹോളി സ്പിരിറ്റ്. ഖുർആനിന്റെ ചരിത്രം നിങ്ങൾക്കറിയാലോ അല്ലേ? അടിമവേഷം ധരിച്ച പാവം തൻ്റെ ദേശത്തുനിന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ, യേശുദാസ് ഉണ്ടോ അവിടെ? യേശുദാസ് വരാവോ? കുറച്ചു നേരം എൻ്റെ കൂടെ നിൽക്കാവോ? ഹല്ലേലൂയ. യേശുദാസ് മാത്രം മതി. ഖുറേനക്കാരൻ പാസ്റ്ററെ 3 മിനിറ്റ് കൂടെ ഉള്ളു പാസ്റ്ററെ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം പ്ലീസ്. ഇന്നിപ്പോ തിരക്കിട്ട് വീട്ടിൽ പോയിട്ട് 7 ദിവസം പഴക്കമുള്ള ചപ്പാത്തി മുറിക്കാനാന്നുള്ള കാര്യം എനിക്കറിയാം. അതല്ലെങ്കിൽ യോഗം കഴിഞ്ഞ് എല്ലാവരും പറയും നമ്മുടെ യോഗം അച്ചടക്കമുള്ള യോഗമാണ്, കൃത്യം 9 എന്നെ സാധിക്കാനാ. ഇതൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടാ. ഏതായാലും അവിടെ വലിയൊരു ഭക്ഷണശാല ഞാൻ കണ്ടിട്ടുണ്ട്. യോഗം കഴിഞ്ഞ് ഈ കൈയരക്കാത്തവരൊക്കെ നിങ്ങൾ കണ്ടോണം, JCB മണ്ണ് മാന്തുന്ന പോലെ ആ കളി ഇവിടെ കിടന്ന് കളിച്ചിരുന്ന എന്നേ ഇന്ന് വളരെ ശാന്തമായിട്ട് കഴിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ വെച്ച് കീറിക്കോ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പോട്ടെ, യേശുദാസ് നമുക്കൊരു 10 മിനിറ്റ് അങ്ങേയറ്റം പോയാ. നിങ്ങൾ കണ്ടോ, ഖുറേനക്കാരൻ ഒന്നും അറിയാതെ ഭാര്യയും പിള്ളേരുമായിട്ട് ആരാണ്ട് പറഞ്ഞു, ഗതികെട്ടൊരു മുടിഞ്ഞ വീടാണ്, നശിച്ചൊരു വീടാ, ഉമ്മൻകുരുത്തൊരു വീടാ, ഗതി പിടിക്കാത്തൊരു വീടാ, പിള്ളേർ മുട്ട മേടിച്ച് നശിച്ചൊരു വീടാ, സ്വപ്നം കാണാൻ പറ്റുകയില്ല, വീട് ജപ്തി കിടക്കുക, ഭാര്യക്ക് എന്നും അസുഖം, ഭർത്താവിന് എഴുന്നേറ്റ് നടക്കാൻ പേല, വിതച്ച ഒന്നും ഉണ്ടാകുക. അയ്യോ, ശാപം ചുമ്മാടി കെട്ടി ചുമക്കുന്നൊരു മനുഷ്യൻ. ആരാണ്ട് പറഞ്ഞു യെരൂശലേം ദേവാലയത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കുക. യെരൂശലേം ദേവാലയത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പം ഗതി പിടിക്കറി അടിമവേഷം ധരിച്ച ഭാവം പ്രാർത്ഥനയ്ക്ക് വരിക, ഇല്ലാത്ത പണം മുടക്കി. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ കേൾക്കുന്നുണ്ടോ, റോട്ടിൽ കൂടെ ഒരു ആരവാരം പോവുക. ആമെ എത്തി നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നറിയാമോ? ആമെ സ്വരൂപം വിരൂപമായി, ആമെ ആൾരൂപം നഷ്ടപ്പെട്ട്, ആമെ ചോര ഒഴുകിയ ഒരു മാംസപിണ്ഡം പോലെ എണ്ണ തുപ്പുന്ന പൈൻമരക്കുരിശുമായിട്ട് 80 കുതിരയുടെ ചാട്ടവാറുകൾ ഇട്ടാട്ട് പിന്നെ ഈ കട്ടിബെല്ലിന്റെ കഷ്ണം മുൾക്കുളത്ത് ചൂണ്ടായുമായിട്ട് മൂളിപ്പറക്കുന്ന ചാട്ട കൊണ്ട് താമര ഇതള് പോലെ മാർദ്ദവത്വമുള്ള ഒരാള് ഒരു ഗവൺമെന്റ് വേട്ടയാടുകയാ.
കരിമ്പിന്റെ ഉരുക്കുമുട്ടിയുള്ള കാപാലികന്മാർ മൂളിപ്പറക്കുന്ന ചാട്ട കൊണ്ട് വേട്ടയാടുമ്പോൾ ആമേൻ യേശു ആ ചാട്ടയുടെ അടിയേറ്റ് ആ ഈയക്കൊളുത്തും എല്ലിന്റെ കഷ്ണവും മുൾക്കൊളുത്തും വാരിയലിന്റെ ഇടയെ അമർന്നു കയറിയപ്പോൾ ആ ചാട്ടയൊന്ന് തിരിച്ചു വലിക്കുമ്പോൾ 23.5 ഡിഗ്രി അച്ചുതണ്ടിൽ ഭൂമിയെ നിർത്തി കറക്കുന്നവൻ യെരൂശലേമിന്റെ നടുക്ക് നിന്ന് കറങ്ങുകയാ. അത് എനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ എങ്ങനെ ആരാധിക്കാതിരിക്കും? എങ്ങനെ നൃത്തം ചെയ്യാതിരിക്കും? ആമേൻ. കുറേക്കാരൻ നോക്കുമ്പോൾ ഒരാളെ ആപാദചൂടം അടിക്കുകയാ. തലയിലടിച്ചൊരു മുള്ള് കണ്ണിലൂടെ പുറത്തേക്ക് തള്ളുന്നു. റോമൻ നാണയത്തൊട്ട് ചേർത്ത് വെച്ച് മുഖരോമം വലിച്ചു പറിച്ചിട്ട് മുഖമെല്ലാം വീങ്ങി വീർത്തിരിക്കുകയാ. ആൾ രൂപമാണോ, മാംസ കഷണമാണോ, മാംസപിണ്ഡമാണോ എന്നറിയാത്ത നിലയിൽ ഒരു ശരീരം ഉടഞ്ഞുലഞ്ഞ് തകർന്നു. ആ ക്രൂശുമായിട്ട് നടന്നു വന്നവൻ ഔട്ട് ഓഫ് ദ സിറ്റി. ജോസഫിന്റെ ഗ്രന്ഥം സത്യമാണെങ്കിൽ 11ാമത്തെ സ്ഥലത്ത് ക്രൂശുമായിട്ട് വീണു. എഴുന്നേക്കുന്നില്ല, അവിടെ കിടക്കുകയാ. നിങ്ങളെന്നെ കേട്ടില്ല. ഞാൻ യേശുവിന്റെ ചെവി ചെന്ന് ചോദിച്ചു, ആമേ കർത്താവേ, എന്താ തടിയുടെ അടി കിടക്കുന്നത്? തടി പൊങ്ങാതെയായോ? യേശു എന്നോട് ചോദിച്ചു, സുഭാഷേ, ആകാശത്തെ ശൂന്യത്തിൽ തൂക്കിയത് ആരാടാ? ഞാൻ പറഞ്ഞത് അവിടുന്നാണ്. നക്ഷത്രങ്ങൾക്ക് പേരിട്ടത് ആരാടാ? അത് അവിടുന്നാണ്. സൗരയൂഥത്തിന്റെ ഓണർ ആരാടാ? ഞാൻ പറഞ്ഞു നീയാ. അടുത്ത എന്റെ ചോദ്യം, എന്നിട്ടെന്താ ഈ തടി പൊക്കാത്തത്? യേശുവിന്റെ മറുപടി, തടി എനിക്ക് പൊങ്ങാഞ്ഞിട്ടല്ല, ഇതെ പിടിക്കാൻ ഒരുത്തൻ വരുന്നുണ്ട്. ഓ റബാലഹതറാദിയാന. ആമേ ഗവൺമെന്റ് എത്ര എതിർത്താലോ ആമേ രക്ഷിക്കപ്പെടാനുള്ളവരെ ദൈവസഭയോട് ചേർത്ത് ഒന്ന് കരമടിച്ച ഖുർആനക്കാരൻ. ഞാന് ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞു വിടുക. ആ ദൂത് പഠനമല്ല, അതൊരു വൈകാരികതയാ. കുറേക്കാരൻ ഓടിച്ചെന്ന് യേശുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഇങ്ങനെ പിടിക്കുക. ക്രൂശിന്റെ പുറകിൽ ഇങ്ങനെ പിടിക്കുമ്പോ ഈ ആളുകൾ അടിച്ചടിച്ച് വേച്ച് വിറച്ച് വീങ്ങി വീർത്ത് ചോര ഒഴുകി ഒരാൾ പോകുമ്പോ ആക്രമണങ്ങളോട് പ്രതികരിക്കാത്ത ഒരാള്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആമേ യെരൂശലേമിലെ യാഗപീഠത്തെക്കാൾ ആ ആളിന്റെ മുഖം കുറേക്കാരന്റെ അകത്തോട്ട് കയറാൻ തുടങ്ങി. ആമേ ഞാൻ നിങ്ങളോട് ആമേ ഉറക്കി ഒരു ദൂത് പറയാ. ട്രാക്ട് കീറിയാലും കവല പ്രസംഗകനെ തള്ളിയാലും ആമേ തല്ലിയാലും ഇന്ത്യയുടെ തെരുവുകൾ യേശു കൈവശമാക്കുന്ന അഭിഷേകമുള്ളവർ ആരാധിക്കുക, വെറുതെ ഇരിക്കാതെ പ്ലീസ്. എനിക്കറിയില്ല, എഴുതി തള്ളിയ ദേശങ്ങൾ ഉണരാൻ പോകയാ. നിലമ്പൂര് ദൈവമഹത്വം ഇറങ്ങാൻ പോകയാ. ഇത് സാത്താന്റെ സീസൺ അല്ല, ഇത് യേശുവിന്റെ സീസണാണ്. ഇതാ ചോരയുടെ ഒറ്റ വാക്കിൽ പറയാ. ഗാൽഗോത്തായുടെ നെറുകെ കൊണ്ട് ക്രൂശിട്ടു. പട്ടാളക്കാരന്റെ ആക്രോശം എനിക്കറിയാൻ പറയാം. എനിക്ക് വെപ്രാളം വരുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന അധിക പ്രസംഗമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി കട്ടിലെന്ന് 4 പ്രാവശ്യം താഴെ പോയാലും ഞാൻ വീട്ടിൽ പോലും ചെല്ലിയില്ല. ആ മനസാക്ഷി നിങ്ങൾ എന്നോട് കാണിക്കണം. ആമേ ശ്രദ്ധിച്ചു കേട്ടോടാ. ആമേ ക്രൂശ് ഗാൽഗോത്തായുടെ നെറുകയിലിട്ടേച്ച് എന്റെ പാസ്ത്രങ്ങളെ ആമേ കുറേക്കാരെ തിരിച്ചു പോരുമ്പോ ദേഹത്തൂടെ എല്ലാം, ഞാൻ അങ്ങയുടെ ദേഹത്തും തൊട്ടോട്ടെ, ദേഹത്തൂടെ എല്ലാം ഇങ്ങനെ ചോര ഒഴുകുക. കുറേക്കാരൻ ഓർത്താനറിയോ, ആ തടി തോളെ വെച്ചപ്പോ ഇവിടെ എങ്ങാണ്ട് പൊട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഉടുപ്പിന്റെ ബട്ടൺ സൂര്യേച്ച് അകത്തോട് ഇങ്ങനെ കൈയിട്ട് നോക്കി, ഷോൾഡർ പൊട്ടിയിട്ടുണ്ടോ എന്നറിയാൻ യേശുദാസ് കേൾക്കുന്നുണ്ടോ? പക്ഷെ തൊട്ടപ്പം മനസ്സിലായി, എന്റെ ദേഹത്ത് മുറിവില്ല. കുറേക്കാരൻ വീട്ടിലേക്ക് പതുക്കെ നടക്കുകയാ. നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സമയം കഴിഞ്ഞിട്ടും ഭർത്താവിനെ കാണാതെ വാവിട്ട് പേടിച്ചിരിക്കുകയാ. ആമേ അങ്ങനെ നിൽക്കുമ്പോൾ ആമേ അങ്ങ് അകലെ നിന്ന് വരികയാ. അവൾ ഓടിച്ചതപ്പോ കണ്ട കാഴ്ച, ദേഹത്ത് മുഴുവൻ ചോര. അവൾ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, അച്ഛാ ആരാ അങ്ങേ വെട്ടിയത്? ആരാ അങ്ങേ മുറിച്ചത്? ആ ദൂത് ഞാൻ നിലമ്പൂരിനോട് പറയാം. കുറേക്കാരൻ പറഞ്ഞതാ, എന്റെ കുഞ്ഞെ, ചോര മാത്രമാണ് എന്റെ ദേഹത്ത്, മുറിവ് വേറെ ഒരാളുടെ ദേഹത്താ. എന്റെ ദൈവമക്കളോട് കൈയടിച്ചാമേൻ പറയാവോ? മുറിവ് മാത്ര ചോര. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. ഒറ്റ വാക്കി പറയാ, ഞാൻ നിർത്താൻ പോവാ. ആമേ
ആ ചോര പറ്റിയ ശരീരം കൊണ്ട് ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരു മരണ വീട്ടിൽ പോയാൽ ഉടുത്ത തുണി ഉടുത്തോണ്ട് വീടിന്റെ മുറ്റത്തൊന്ന് കുളിച്ചാണ് സാധാരണ പെരക്കാത്തത്. എന്തോ അശുദ്ധി ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്താന്ന് സത്യമായിട്ടും അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മയിലുണ്ട്. ആമേ പെരക്കാത്തോട്ട് കയറാൻ വന്നപ്പോ എൻ്റെ ദൈവദാസനെ ഭാര്യ പറഞ്ഞു, ഏതോ ഗതികെട്ടവന്റെ ചോരയല്ലേ, കുളിച്ചു പെരക്കാത്ത കയറ്. കുറേനക്കാരൻ പറഞ്ഞു, അല്ലടി ചോര ഗതികെട്ടതാണോന്ന് അറിയില്ല, പക്ഷെ ഇത് മുട്ടിയപ്പോ തൊട്ടാ ഒരു വിടുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താൻ പോവാ. കുറേനക്കാരൻ പെരക്കാത്തോട്ട് കയറാൻ വരുമ്പോ പെരക്കാത്തോട്ട് കയറാൻ വരുമ്പോ നാട്ടുകാർക്ക് കാണാൻ മേല, പക്ഷെ പെരക്കാത്തിരിക്കുന്ന കുടിയിരിപ്പുകൾ അലറാൻ തുടങ്ങി. കാരണം കേറി വരുന്നത് ഒരു മനുഷ്യന്റെ ചോരയല്ല, കേറി വരുന്നത് ഇന്ന് രാത്രിയിൽ ചില വീടുകളിൽ കുടിയിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ നസറയനായ യേശുവിന്റെ ചോരയാൽ. ആ ചോര പെരക്കാത്ത സംഭവിച്ചത് കേൾക്കണോ? മൊട്ട മേടിച്ച തകർന്നു പോയ ഒരു മകൻ റോമിലെ ഗവർണറായി, ഒരു മകൻ ദൈവസഭയുടെ ബിഷപ്പായി. ഞാൻ ഈ അകപ്പേ ചർച്ചിനോട്, ഈ ആത്മിക മുന്നേറ്റത്തോട് റിയലി ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് പ്രവചിച്ചു പറയാം, ഇവിടുത്തെ തലമുറകൾ ചിന്തകൾക്ക് മേളിൽ കയറാൻ പോകയാ. ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് ആരും പോലെ പ്ലീസ് ജോയിൻ മീ. ഒരുമിച്ച് പ്ലീസ് സ്റ്റാൻഡ്. വേഗം ചാടി എഴുന്നേക്ക്. ഓ നിന്നകൃത്യം പരനൊക്കെയും പോക്കി, നിന്നകൃത്യം പരനൊക്കെയും പോക്കി. നിങ്ങൾ പോവല്ലേ. ഈ യോഗത്തിൽ നിൽക്കുന്ന യൗവനക്കാരുടെ മാത്രം കൈ ഞാനൊന്ന് കാണട്ടെ. യങ്സ്റ്റേഴ്സ്, ഒരു 35 വയസ്സിന് താഴെയുള്ളവരുടെ കൈ, അല്ലെങ്കിൽ 40 ആയിക്കോട്ടെ, ഒന്ന് ഉയർത്തിപ്പിടിച്ചേ നല്ല പോലെ പ്ലീസ്. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയല്ലേ. ഞാൻ ഈ ദൈവസഭയുടെ അനുവാദത്തോടെ കൈയൊന്ന് നല്ലപോലെ പിടിച്ച് 1 മിനിറ്റ് ഒന്ന് ഓടി ഫ്രണ്ടിലോട്ട് വരാവോ? ഒരു വാക്ക് നിങ്ങളെ പ്രാർത്ഥിച്ചു വിടണം പ്ലീസ്. കൈവൊക്കെ ഓൾ ഓഫ് യു പ്ലീസ് കം ഫോർവേഡ്. ഞാൻ അധിക പ്രസംഗം കാണിക്കുക, പക്ഷെ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുസരിക്കുന്നു എന്നുള്ള ഉറപ്പെന്റെ മനസ്സിലുണ്ട്. Come on. ജാക്സനെ താനോട്ട് ഇറങ്ങിക്കോട്ടെ, ഇവിടെ നിന്നോട്ടെ. ഇത്രമാ സ്നേഹത്തെ എത്രമാ തള്ളി ഞാൻ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഒരു മിനിറ്റ് എന്നെ നോക്കാവോ മക്കളെ? വേഗം സമയങ്ങൾ എഴുത്. എന്നെ ദേവദാസന്മാരുടെ മുഖം കറക്കുന്നതിനും എനിക്കിത് പറഞ്ഞു തീർക്കണം. മക്കളെ ഈ ചൂട് അടുത്ത് നിൽക്കാവോ? എനിക്ക് നിങ്ങളെ തലേ കൈവച്ച് ഇങ്ങനെ വീഡിയോക്കകത്തൂടെ തള്ളിക്കൊണ്ട് നടക്കാനല്ല, എനിക്ക് നിങ്ങളുടെ ഐ കോണ്ടാക്ട് കിട്ടാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഞാനിന്ന് രാത്രി കൊച്ചെ ഇതിൻ്റെ ഉള്ളിൽ തരാവോ? ഞാനിന്ന് രാത്രി പ്രസംഗിച്ച വിഷയം നിങ്ങൾ കേട്ടായിരുന്നോ? 1, ആടിന്റെ ചോര അകത്തോട്ട് പോയപ്പോ ആ മൃഗത്തിന്റെ ഉടല് തീക്കാത്ത. 2, യേശുവിന്റെ ചോര വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുമ്പോ യേശുവിന്റെ ഉടല് ദൈവക്രോധത്തിന്റെ തീക്കാത്ത. 13ാമത്തെ വാക്യം എന്നറിയോ? നിലമ്പൂരുള്ള ഒരു തലമുറയെ ദൈവം കൈകാട്ടി വിളിച്ചു പറയാ, ഈ ക്രൂശിന്റെ അടി നിൽക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? പ്രസ്ഥാനത്തിൽ ആളാകാനല്ല, നാട്ടുകാരുടെ മുമ്പിൽ പെർഫോം ചെയ്യാനല്ല, ചോര മണക്കുന്ന, ചോരയിട്ടിട്ട് വീഴുന്ന ക്രൂശിന്റെ അടിയിൽ അപ്പാ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ ഒരിക്കലും, ദോഷം എന്നിൽ പെരുകി
അന്യനായി. മക്കളെ പ്രാർത്ഥിച്ച്, നിന്മാർഗേ നിന്ന് എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മ തന്നടച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ കണ്ടോ? ചോര ഒഴുകി ഒരാൾ ക്രൂശിൽ കിടക്കുന്ന കണ്ടോ? വാവിട്ട് നിലവിളിക്കുന്ന കണ്ടോ? ഇന്ന് രാത്രിയിലെ ക്രൂശിന്റെ ചോദ്യം ഇങ്ങനെയാണ്: നീ ഡോക്ടറാകെ, എന്നെ കണ്ണൂർ നോക്കെല്ലാരും പ്ലീസ്. നീ ഡോക്ടറാകെ, നീ എഞ്ചിനീയർ ആക, നീ പൈലറ്റ് ആക, നീ ആർക്കിടെക്ചർ ആക, നീ ആരെങ്കിലും ആക, ഉയര്. ബുർജ് ഖലീഫിനേക്കാൾ വലിയ ബിൽഡിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗിന്റെ ഡിസൈനർ നിങ്ങളാക, ആർക്കിടെക്ചർ നിങ്ങളാക. എമിറേറ്റ്സിന്റെ 380യേക്കാൾ വലിയ ഫ്ലൈറ്റ് ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ പൈലറ്റ് നിങ്ങളാക. ഞങ്ങൾ സന്തോഷിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം വേറെയാ. ഈ ലോകം വിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ആ ക്രൂശിന്റെ അടിയിലൊന്ന് നിന്നേച്ച് മക്കളെല്ലാം കണ്ണടച്ച് വെച്ച്, കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ച. തമാശയല്ല മക്കളെ, ഞാൻ ഇതിനു വേണ്ടി ഓടി ഇവിടം വരെ വന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ക്രൂശിന്റെ സാക്ഷിയാകണമെന്ന് ആഗ്രഹിക്കുന്ന പെൺമക്കളുണ്ടോ ഇതിനകത്ത്? സഹോദരിമാരുണ്ടോ? എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ അവരോട് എപ്പോഴും പറയും, നമുക്ക് വേണ്ടത് യേശുവിന്റെ വേലയാ. എനിക്കറിയാം ഒത്തിരി കുഞ്ഞുങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഞാൻ കാണുന്നുണ്ട്. റിയലി ദി ഹോളി സ്പിരിറ്റ് ഈസ് ദ ടൈം ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി നിസ്വാർത്ഥമായി ഇതിനകത്ത് നിൽക്കുന്ന എത്ര പേർക്ക് പരപ്രേരണയില്ലാതെ തീരുമാനിക്കാൻ കഴിയും? അടിയേറ്റാലും, തോലുരിച്ചാലും, കഴുത്ത് വെട്ടിയാലും, അപമാനിച്ചാലും, റോഡിലിട്ട് വലിച്ചാലും എനിക്ക് നിന്റെ വേല ചെയ്യണമെന്ന് പറയാൻ അങ്ങനെ ആ തീരുമാനമുള്ള കുഞ്ഞുങ്ങൾ മാത്രം കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി വെച്ച്, കൈയൊന്ന് ഉയർത്തി വെച്ച്. ദൈവദാസന്മാരെ, കൈ ഈ മക്കളുടെ നേരെ നിങ്ങളുടെ എല്ലാം 2 കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, എന്റെ കർത്താവേ, ഞങ്ങളുടെ പൊന്നു മക്കളെ നിന്റെ തരുന്നപ്പാ. ആമേൻ. നിലമ്പൂരിനെ ഇളക്കാൻ, കേരളത്തെ ഇളക്കാൻ, ഇന്ത്യ മഹാരാജ്യത്തെ ഇളക്കാൻ ഞങ്ങളുടെ മക്കളെ ഇന്ന് രാത്രി ദൈവം തൊടണമേ. ഞങ്ങളുടെ മക്കളെ ഇന്ന് രാത്രി തൊടണമേ. More than anything, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. We love you Lord. മക്കളെ യേശു എന്ന് വിളിക്കും. മക്കളെ ഉറക്കെ വിളിക്കും. അപ്പാ ഉറക്കെ വിളിക്കുക. somebody വായി തുറക്കപ്പാ. ഇന്ന് രാത്രി നിങ്ങളുടെ മേലൊരു അഭിഷേകം വീഴട്ടെ. നിങ്ങളുടെ മേലൊരു അഭിഷേകം വീഴട്ടെ. നിങ്ങളുടെ മേലൊരു അഭിഷേകം വീഴട്ടെ. നിങ്ങളുടെ അഭിഷേകം വീഴട്ടെ. ഇവരുടെ മേലൊരു വലിയ ദൈവത്തിന്റെ വിളി ഉയര ഉറക്കെ വിളിക്കും. മക്കളെ ഉറക്കെ വിളിക്കുക. ഒച്ചത്ത് വിളിക്കട. ഒച്ചത്ത് വിളിക്കുക. യേശുവെന്ന് വിളിക്കുക. ഒച്ചത്ത് വിളിക്കുക. ഒച്ചത്ത് വിളിക്കുക. മക്കളെ വിളിക്കുക. ഓ ജീസസ്, ഓ ജീസസ്. വിളിയുടെ ശബ്ദം കേൾക്കട്ടെ. ഉറക്കെ വിളിക്കുക. എനിക്ക് ക്രൂശിന്റെ അടിയിൽ നിൽക്കണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? എനിക്ക് സഭ ഒരുമിച്ച് കരമടിച്ച് ആരാധിച്ചാട്ടെ. ഒരുമിച്ച് കരമടിച്ചാരാധിച്ചാട്ടെ. 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 ഇന്ന് രാത്രി ചില വേദയോ വാർന്നിരിക്കുന്നു.